കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിരി തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ ഉണ്ടാ ഉണ്ടാ. ബിഗ് ബോസ്. അതെന്താ മോനെ നീ ബിഗ് ബോസ് എന്ന് പറയാത്തെ? സോറി, അറ്റ്ലീസ്റ്റ് ദിസ് വീക്ക് എങ്കിലും എനിക്ക് ബിഗ് ബോസിന് എൻഡോസ് ചെയ്യാൻ താല്പര്യമില്ല. എടുക്കാൻ തന്നെ ഞാൻ എൻഡോസ് ചെയ്യുന്നതുകൊണ്ടാണ് ബിഗ് ബോസ് ഓടുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൾക്കാർ പുറത്ത് കുറെ പറയുന്നുണ്ട്. നല്ലതാ. Okay, so guys and girls and days, welcome to another episode of the Double Standard podcast. Okay, so ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിലെ ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും ഇൻഓർഗാനിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, സ്ക്രിപ്റ്റഡ് ആണെന്ന് മനുഷ്യർക്ക് തോന്നിപ്പോകുന്ന സീസൺ 6-നെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ എം നോട്ട് ഫീലിംഗ് വെൽ അറ്റ് ഓൾ, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ തളർന്നു പോയി എന്നല്ല, പുച്ഛം മാത്രം. യാ, സോ ആ പുച്ഛത്തോടു കൂടി ഐ തിങ്ക് നിങ്ങൾ പുച്ഛിച്ചാലും പുച്ഛിച്ചില്ലെങ്കിലും ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. സോ യാ, officially welcome to the Double Standard podcast. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റ്, നമ്മളുടെ യൂഷ്വൽ ഫസ്റ്റ് സെഗ്മെന്റ് ഡിസ്കഷൻ റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശ്രീ. മറ്റേ യൂട്യൂബ് ട്രാക്ക് എടുക്കുക. കോമെന്റ് സെക്ഷനിൽ എല്ലാവരും ശ്രീനെ വിഷ് ചെയ്യണം. ലൈക്ക് അടിക്കൂ. കുട്ടിയുടെ ഫാൻസ്, ശ്രീലക്ഷ്മി ഫാൻസ് അസംബിൾ. ഓക്കെ, സോ ഹാപ്പി ബർത്ത്ഡേ ശ്രീ. ഞങ്ങളുടെ എല്ലാവരുടെയും നീ എന്തിനാ 25 തികഞ്ഞിരിക്കുന്ന ആരും നോക്കണ്ട, എന്റെ ഭാര്യ. അടുത്ത ആഴ്ച ശ്രീന്റെ ഒക്കെ ഉള്ള 500 പേര് കുറയും. Guys, please, thank you for all the help and wishes. Now shut up and start the show. Just start the show. Okay, ഭർത്താവ് ഞാൻ തുടങ്ങിക്കോട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ്, നമ്മുടെ ഡിസ്കഷൻ റൗണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ, അതായത് ടു ബി പ്രിസൈസ് സൺഡേ, ഒരു 6 വൈൽഡ് കാർഡ്സ് എൻറ്റർ ചെയ്തു ഹൗസിലോട്ട്. ഹിസ്റ്ററി ഫസ്റ്റ് ടൈം. I just met the sound of tiger. സത്യയുടെ ഒരു പോർക്കിന്റെ ശബ്ദം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എൽവിസിന് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഞാനും അരമണിക്കൂർ മുന്നത്തെ ബിരിയാണി വല്ലായിരിക്കും വിചാരിച്ചത്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, 6 വൈൽഡ് കാർഡ്സ് ഇത്തവണ ഈ കഴിഞ്ഞ ആഴ്ച എൻറ്റർ ചെയ്തു ഹൗസിലോട്ട്. അപ്പോൾ അവരോരോരുത്തരെയും പറ്റി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം. നമ്മൾ ഓരോ കണ്ടസ്റ്റന്റിന്റെയും പേര് പറഞ്ഞിട്ട് നമുക്ക് വാട്ട് ഡു വി ഫീൽ അബൌട്ട് ദം ഇൻ വൺ ലൈൻ എന്നുള്ള റൗണ്ട് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ അവർക്കും നമ്മൾ ആ ഒരു സംഭവം അങ്ങിട്ട് കൊടുക്കുകയാണ്. അതും ഇത്രയും ഹോൾസെയിൽ ആയിട്ട് വരുമ്പോൾ. അതെ, ആൻഡ് അന്നത്തെ എപ്പിസോഡുകളിൽ നമ്മളുടെ എന്താണ് സെറ്റിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്ന എൽവിസിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക് എൽവിസ്. എൽവിസിന്റെ ഫാൻസ്, എൽവിസ് ഫാൻസ്, കറുത്ത ഷർട്ട് ഇട്ട ചേട്ടന്റെ ഫാൻസ്. അതുകൊണ്ട് ചേട്ടൻ ഇന്നും കറുത്ത ഷർട്ട്. ഓ, ഞാനല്ല, അതാണ്. ഓക്കെ, സോ എൽവിസ്, ഞാൻ തുടങ്ങണം. എൽവിസ് എന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ് ഐശ്വര്യമായിട്ട്. ആദ്യത്തെ വൈൽഡ് കാർഡ് നന്ദന. വാട്ട് ഡു യു ഫീൽ അബൌട്ട് നന്ദന? നമ്മുടെ ലാലേട്ടൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, പുളകം കൊണ്ട് ഇങ്ങനെ ഫുൾ എന്താ പറയുക, ഭയങ്കര എനർജി കൊണ്ട് ഇങ്ങനെ പുഴുവൊക്കെ പറഞ്ഞിട്ടില്ലേ, പുഴുവൊക്കെ പോലെ ഇങ്ങനെ കിടന്ന് പെടച്ചോണ്ട് കയറി. അവിടെ കയറി ഇതുപോലെ കുറെ പഠിക്കാൻ നോക്കുന്നുണ്ട്. അതെ, ചെന്ന് കയറി എല്ലാവരെയും വെറുപ്പിച്ചു. ജാസ്മിൻ്റെ കൂടെ 2 കൊളത്താൻ നോക്കി, ഒന്നും അങ്ങ് കൊളത്തിയില്ല. ഓക്കെ, കെവിൻ. സോ ഐ ഡോണ്ട് നോ, എനിക്ക് പെട്ടെന്ന് ഗോപികയുടെ ഓർമ്മ വന്നു എന്തോ കാരണം. സീസൺ 5 കോമണർ. 19 വയസ്സിലെ ഗോപിക. വാട്ട് ഈസ് 19 വയസ്സിലെ കോമൺ? She's so immature, bro. ഓ, അങ്ങനെ. I felt Gopika also was immature. She's immature than Gopika, I feel. ആണോ? Yeah, that is very much. We will get to you guys. Yeah, so that is your opinion. One line. All right. Riyaz, what do you feel about Nandana? നന്ദനനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം എക്സ്പോസ് ചെയ്യാൻ വന്നിട്ട് സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ് ഗോപിക. Well said. ഐ മീൻ, കിട്ടാതിരുന്ന ഓരോ സാധനങ്ങൾ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ലേ, ആ തുള്ളലാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എക്സ്പോഷറിങ് കിട്ടാനില്ല. Sri.
ഒറ്റ വേർഡിൽ പറഞ്ഞ വെകിളി. നൈസ്. അതെ, I was going for that actually. അതിന്റെ അർത്ഥം എന്താ? വെകിളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പെടപ്പ് ഇങ്ങനെ പെടപ്പ് ഇങ്ങനെ പെടപ്പ്, that's it. ഇതായിക്കൊണ്ടിരിക്കണം. അവളുടെ മറ്റേ പുഴു ഡാൻസ്. Yeah. എല്ലാരും മെഴുക്കാൻ വന്നിട്ട് സ്വന്തമായിട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്ന കഷ്ടം. അരുന്ധതി. തലയിൽ എന്തൊക്കെയോ പോയിന്റ്സ് ഉണ്ട്. കൊത്തലയിലോ? ഞാൻ വിചാരിച്ചു സഡൻലി കൊത്തയിൽ എന്തോ സീനൊക്കെ ഉണ്ടെന്ന്. ഏയ് തലയിൽ നിന്നല്ല അത് എവിടെയാ? കോപത്തിൽ. കെവിൻ ഒമാനിൽ നിന്നാണ് ഗൈസ് എല്ലാരും. കെവിൻ ഒമാനിൽ നിന്നാണ് എല്ലാരും ക്ഷമിക്കണം. I am giving my Should we restart? ഹലോ ഗൈസ്, ഹലോ പ്ലീസ്. ഇവരിങ്ങനെ പലതും പറയും, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്റെ വാക്കുകൾ എപ്പോഴും പറയുമ്പോ അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു, അങ്ങനെ പറ്റുന്നൊരു പ്രശ്നമാണത്. ഓക്കെ, Just ഞാൻ like your പറയാം. life decisions. ചുമ്മാ ഇരിയടാ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതുപോലെ തലയ്ക്കകത്ത് എന്തെല്ലോ റീൽസും, അതായത് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഇവളെ എൻ്റെ ടാർഗറ്റാണ്, ഇവളെ ഞാൻ നോക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ചെയ്യാനൊരു കഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ വായിട്ടലച്ചാൽ എന്തെല്ലോ ഞാൻ വലിയ സൂപ്പർ പ്ലെയർ ആവുമെന്ന് വിചാരിച്ചിട്ട് നൈസായിട്ട് കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ച് നല്ല മര്യാദയ്ക്ക് ഒരു മയത്തിൽ ഒരു പൊടിക്ക് ഒതുങ്ങിയ ആ കൊച്ചിന് കൊള്ളാം. ഓക്കെ, എനിക്കും ശ്രീയുടെ അതേ അഭിപ്രായമാണ്. വെകിളി. ഞാൻ അതിനപ്പുറത്തേക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ വിട്ടിലെന്നൊക്കെ പറയും. പുതിയ തിരുവനന്തപുരം ഭാഷ. തിരുവനന്തപുരം ഗൈസ് കമന്റ് പ്ലീസ്. വിട്ടിലെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? പൂജ. What do you feel about പൂജ കൃഷ്ണ? പൂജ കൃഷ്ണ അല്ലേ? ഓക്കെ. പൂജ ലൈക്ക് ഓണസ്റ്റ്ലി ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള എൻട്രി തന്നെ, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടൊരു എൻട്രി. ബട്ട് വെൽ സ്റ്റഡീഡ്, പ്രോപ്പറായിട്ട്. ഞാൻ പറഞ്ഞു, ഈ എഴുതി പഠിച്ച് ചിലപ്പോൾ 500 പേജ് 1000 പേജ് ബുക്ക് വരെ തീർത്തിട്ടുണ്ടാവും. ഡീറ്റെയിൽ അനാലിസിസോടുകൂടി ഉള്ളിൽ കയറി കളിക്കാൻ നോക്കുന്ന ഒരു നല്ലൊരു പ്ലെയർ ആവാൻ നല്ലൊരു സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഓക്കെ, കെവിൻ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുപ്പത്തിലെ ഡാൻസ് ഷോസിൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ വരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ലൈക്ക് ദിൽഷ, റംസാൻ, അതിന്റെ ഒരു ട്രെയിൻ ആയിട്ട് എന്തോ വന്ന പോലെ ഒരു ഇതുണ്ട്. പക്ഷെ ഗുഡ് പ്ലെയർ, ആൻഡ് യൂഷ്വലി ദോസ് പീപ്പിൾ ഹാവ് ബിൻ ഗുഡ് പ്ലെയേഴ്സ് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദേ ഹാവ് ദാറ്റ് മീഡിയ എക്സ്പോഷർ. അപ്പൊ അതിന്റെ ഒപ്പം ഒരു സ്റ്റുഡിയസ് നേച്ചറും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു ഗെയിമർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ മൈ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ഹർ വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. കാരണം എനിക്ക് ആ പുള്ളിക്കാരത്തിനെ പറ്റി അത്രയും അറിയത്തില്ലായിരുന്നു. മനസ്സിലായി. പിന്നെ ഷോ കണ്ടതും പിന്നെ വൺസ് ഐ അണ്ടർസ്റ്റുഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, then I understood where it all comes from. That we can explain in the coming section. Yes. Okay, Riyas. So what I feel about Pooja is കേറിയ 6 വൈൽഡ് കാർഡ്സിൽ നല്ല 2 വൈൽഡ് കാർഡിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പൂജ. എനിക്ക് തോന്നുന്നു കുറേ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്ത് ആസ് എൻ ഇൻഡസ്ട്രി ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ പറഞ്ഞതുപോലെ ഡാൻസ് ഷോ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ആങ്കറിങ് ആയിക്കോട്ടെ, ഇതെല്ലാം ചെയ്ത് ഫൈനലി എത്തിയതുപോലെ ഒരു ഫീലിംഗ്, എന്തെങ്കിലും കുറച്ച് കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന പോലെ. ആൻഡ് ഷീ ഈസ് പ്ലേയിങ് വെരി വെൽ ആൻഡ് ഷീ നോസ് എവറിത്തിങ് അബൌട്ട് ബിഗ് ബോസ്. നല്ല വൃത്തിയായിട്ട് പഠിച്ച് കണ്ട് മനസ്സിലാക്കി. ആൻഡ് ഷീ ഈസ് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് ഓൾസോ. ചുമ്മാ ഇരുന്നെല്ലാം കണ്ട് പഠിച്ച് പോയി അവിടെ ബലൂണിൽ നിന്ന് കാറ്റ് പോയ പോലെ ആൾക്കാരുമുണ്ട്. പക്ഷേ ഷീ ഈസ് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ്, വിച്ച് ഈസ് ഗ്രേറ്റ്. Okay, Sri. I think she is one of the deserving contestants that has gone to Big Boss ഈ ഒരു സീസണിൽ. കാരണം അതായത് ചുമ്മാ അണ്ടനടകോടനെയൊക്കെ കയറ്റി വിടുന്നതിന് വരും പ്രോപ്പർ ആയിട്ട് അതിലേക്ക് കയറി പോവാൻ അർഹത. I am so into this Antan Adagodan in this season. It's full of it. Antan Adagodan makes sense. Yeah, so അങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്. And like everybody said, I think she's done her work and she's doing amazing. Okay. Yeah. Arundhati. I also feel like പുള്ളിക്കാരി is showing justice for bringing a wild card. ഒരു വൈൽഡ് കാർഡ് എന്നുള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് വൈൽഡ് കാർഡിനെ കൊണ്ടുവരുന്നതിന് ഇത്രയും നാൾ കളി കണ്ട് പ്രോപ്പർ ഹോം വർക്ക് ചെയ്ത് ഓരോ ആൾക്കാരുടെയും വീക്ക് പോയിൻറ്റ്സ്, സ്ട്രെങ്ത്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വന്നു. അതവിടെ മര്യാദയ്ക്ക് ആർക്കും ശല്യമില്ലാതെ, ആരെയും മറ്റേ എന്താണ് അനാവശ്യമായി ഒന്നും ചൊറിയാണ്ട് പ്രോപ്പറായിട്ട് പുള്ളിക്കാരി വന്ന് പുള്ളിക്കാരുടെ ഗെയിം കളിക്കുന്നു. ആൻഡ് ഓൾസോ ഐ ഫീൽ ലൈക്ക് ഈ പറഞ്ഞ, അതായത് ഇപ്പം കെവിൻ പറഞ്ഞ മറ്റേ അങ്ങനത്തെ കോൺടെസ്റ്റൻസ് ഇല്ലേ, ഈ
മീഡിയ എക്സ്പോഷർ ഉള്ള കോണ്ടസ്റ്റൻസ് ഇതുവരെ വന്നതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. സോ ഐ ഫീൽ വെരി സോ ഫാർ സോ ഗുഡ്. ഓക്കെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിന് ആവശ്യമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്ന ഒരാൾ, അതിനുപരി ഒരു മീഡിയ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ ക്രൈറ്റീരിയ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു വാല്യൂബിൾ ആയിട്ട് മീഡിയ ഇൻഡസ്ട്രിയിലുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു മാറ്റമാണ് നിങ്ങൾ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ പൂജയിൽ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്കാണെങ്കിലും ഒരാളെ അവിടെ ഹേർട്ടാവാൻ കാത്തിരിക്കുന്ന ഫ്രജൈൽ ഈഗോസിൻ്റെ ഒരു കൂടാണ്. അതിൽ ഒരാളെ പോലും പോക്ക് ചെയ്യാണ്ട് കാര്യങ്ങൾ എങ്ങനെ എന്താണ് ഒരു ആശയം പുറത്ത് വെക്കാം, ഒരു ആശയം സംസാരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് വാട്ട് ഷി ഹാസ് ഡൺ ആൻഡ് ഹൗ പ്രിപ്പയർഡ് ഷി വാസ് ടു എൻറ്റർ ദ ഹൗസ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഓക്കെ, DSP approved. നോറയുടെ തുടിക്കുന്ന ഹൃദയം നിങ്ങൾക്ക് തരുന്നു. തുടിക്കുന്ന ഹൃദയം. കാശ് വയ്ക്കണം. ഓക്കെ, അടുത്ത ആള് DJ സിബിൻ. ഫയർ ആണോ? ഫയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണലി ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്. ലൈക്ക് ആള് കയറിയപ്പോഴാണെങ്കിൽ ആ ഒരു പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം ഗോയിങ് ഇൻ ടു എൻ്റർടൈൻ പീപ്പിൾ. ഹീ ഈസ് ഡൂയിങ് ദാറ്റ് ലെജിറ്റ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഹീ ഈസ് ലൈക്ക് പ്ലേയിങ് ഓൾസോ. ബട്ട് കുറച്ച് ഒക്കെ ഉണ്ട്. ബട്ട് ഈസ് എ വെരി ഗുഡ് കണ്ടസ്റ്റൻറ്റ്. അണ്ടർസ്റ്റുഡ്. കെവിൻ. He's finally that fun contestant that we've been longing for. I think I've started watching Big Boss for the past 3 seasons, from his season to the current season. So I think that entertainment value, that is in terms of നമ്മൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ജോക്സ്, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്, അല്ലാണ്ട് ഈ താങ്ങുന്ന ലൈക്ക് ഇപ്പോൾ ഒരു പുള്ളിക്കാരനൊരു താങ്ങുന്ന രീതിയിലൊരു സാധനം ചെയ്തു, പക്ഷെ ആ സാധനം ഒഫെൻസീവ് ആവാണ്ട് എഡ്യൂക്കേഷൻ രീതിയിലേക്കാണ് അത് പ്രൈമറിലി പോയേക്കുന്നത്. സോ ഐ ഓൾസോ ഫീൽ ലൈക്ക് ഹീ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. ബട്ട് അഗൈൻ കമ്മിങ് ബാക്ക് ടു മൈ ഫസ്റ്റ് ഇംപ്രഷൻ അബൌട്ട് ഹിം, ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് വാവ് ഇവൻ പൊളിക്കും എന്നുള്ള സാധനം കിട്ടിയില്ലായിരുന്നു. പക്ഷേ ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചയിൽ പുള്ളിക്കാരൻ പൊളിച്ചിട്ടുണ്ട്. പൊളി. ഓക്കെ, റിയാസ്. സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ I see bitching which is approved by a bitch. I mean, എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വൈൽഡ് കാർഡായിട്ട് കയറുമ്പോൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് bitching. ബാക്കിയുള്ള ആൾക്കാർ അടി ഉണ്ടാക്കിപ്പിക്കുക. ഐ മീൻ ഫോർ യുവർ ബെനിഫിറ്റ്സ്, എസ്പെഷ്യലി തെറ്റായ ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് അടി ഉണ്ടാക്കിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് ബ്രിങ്ങിങ് ദാറ്റ് ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ എം റിയലി പ്രൗഡ് ഓഫ് സിബിൻ. കാരണം സിബിൻ പറഞ്ഞിട്ടാണ് കയറിയത് എൻ്റർടൈൻമെൻറ്റ് നല്ല കുറവുണ്ടെന്ന്. അത് സിബിൻ ചെയ്യുന്നുമുണ്ട്, അതും വളരെ നല്ല രീതിയിൽ. ആൻഡ് ഐ ഓൾസോ ഫീൽ സിബിന് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം, അത് കറക്റ്റായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും അറിയാം. അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കാതെയോ ഓവറായിട്ട് കയറി, നമ്മൾ കുറച്ച് ദിവസമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ഓവറായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആങ്കർ കാണിക്കാതെ പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പർലി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സിബിന് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ സിബനും പൂജയും നമ്മളൊരു കോമണാലിറ്റി ഓൾസോ വിച്ച് ഐ ഫെൽറ്റ് ഇസ് ബാക്കിയുള്ള ആൾക്കാർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിർത്തി മതി, ഇനി സംസാരിക്കേണ്ട എന്ന അത് പൂജയും സിബനും രണ്ടുപേരും അങ്ങനെയാണ്. ബാക്കിയുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് അത് ആവശ്യമില്ലാത്തൊരു ഫൈറ്റായിട്ട് മാറ്റുന്നത് രണ്ടുപേരും ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത കോണ്ടന്റ് ക്രിയേഷൻ രണ്ടുപേരും ചെയ്യുന്നില്ല. കോണ്ടന്റ് എവിടെ ഉണ്ടാക്കണോ അവിടെയാണ് അവർ കോണ്ടന്റ് ഉണ്ടാക്കുന്നത്, വിച്ച് ഇസ് വെരി റിയൽ. അല്ലെങ്കിൽ ഫേക്കായിട്ടാണ് ഉള്ളിൽ ചെയ്യുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്ത് റിയൽ ആയിട്ട് പ്രസന്റ് ചെയ്യാനെങ്കിലും പറ്റണം. യുനോ, സോ happy about that. Okay. Proud of Sibin, and I think everybody is liking Sibin. I'm liking Sibin too. All right. ശ്രീ. നമ്മൾ ഉറങ്ങിക്കിടന്ന ഡെഡായ വീടിനെയും ആൾക്കാരെയൊക്കെ ഒന്ന് കുലുക്കി ഉണർത്തിയെടുത്ത ആളാണ് സിബിൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീധുവിനൊക്കെ കുറച്ചുകൂടെ കണ്ട് അവളെയും ഒന്ന് കളിക്കളത്തിലേക്ക് ഇറക്കുന്നത് സിബിനാണ്. സോ ലൈക്ക് എവരിബഡി സെഡ് എൻ്റർടൈനിങ് ആണ്. So finally someone who says I have these talents and we can see them on screen rather than some people claiming I'm something great but does nothing on screen. Exactly. So finally someone who is true to their word and doing their job and entertaining everybody. Okay. അരുന്ധതി. ഞാൻ ഈ പുള്ളിക്കാരനെ സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡിൽ കയറിയപ്പം എൻ്റെ അറ്റൻഷൻ പോലും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയാണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ച് ഇയാൾ തിരുവനന്തപുരത്തുനിന്നാണെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രമാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഐ ഫീൽ ലൈക്ക് എന്തോരം ഈ ക്രിയേറ്റീവ് എലമെന്റ്സ് പുള്ളി കൊണ്ടുവരുന്നത്
അതായത് എന്നും രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഡെയിലി വഴക്കുണ്ടായിക്കൊണ്ട് അവന് മറ്റവൻ്റെ ഇവൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നവർ എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടുകയാണ് ഇപ്പം ഇരുന്ന്. അങ്ങനത്തെ സീൻസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് സീസൺ 6 കാണുന്നത്. അതാണെങ്കിലും പുള്ളി വളരെ വളരെ സ്വീറ്റ് ആയിട്ടാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ്. അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. ഐ ഫീൽ ലൈക്ക് ഐ ആം യുവർ ഫാൻ ഗേൾ. ഇത് ഞങ്ങൾ ആദ്യം കേട്ടായിരുന്നു അർജുൻ വന്നപ്പോഴും. പിന്നെ നീ എന്താ പറഞ്ഞ സിബിൻ വന്നപ്പോ നീ ശ്രദ്ധിച്ചില്ല, നീ യൂഷ്വലി പുരുഷന്മാരങ്ങനെ നോക്കാറില്ലല്ലോ. ഫൈൻ, തന്നെ നോക്കാനുള്ള പരിപാടി. ഓക്കെ, സോ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഒരു എക്സ്പീരിയൻസ് പ്ലാറ്റ്ഫോം അതായത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് എക്സ്പീരിയൻസിൻ്റെ. മോഡേൺ ടൈംസിൽ അല്ലെങ്കിൽ ഒരു മോഡേൺ ഡേ റിയാലിറ്റി ഷോസിൻ്റെ ഒരു ആക്റ്റീവ് ഭാഗമായിട്ട്, അതിപ്പോൾ ഏത് ചാനലായാലും ഏത് ഫോർമാറ്റിലുള്ള ഷോസിലായാലും അവിടുത്തെ എറ്റിക്കറ്റ്സും അവിടുത്തെ കോണ്ടന്റ് ക്രിയേഷൻ്റെ രീതിയും എങ്ങനെ ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ പീക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഉള്ള തോട്ട് പ്രോസസ്സും നല്ല രീതിയിലുള്ള ഒരു സീസൺഡ് പ്രൊഫഷണൽ എൻ്റർടൈനറാണ്. സോ പുള്ളിയുടെ പണിയിൽ പൊളി ആയതുകൊണ്ട് കറക്റ്റ് സ്ഥലത്താണ് പുള്ളി വന്നിരിക്കുന്നത്. പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. പുള്ളി നുണ പറയുന്നുണ്ട്. പുള്ളി നേരത്തെ റിയാസ് പറഞ്ഞു ഹീസ് ബിച്ചിങ്, ഹീസ് സിംഗിങ് എ ലോട്ട് ഓഫ് സോങ്സ്, ഹീസ് എൻ്റർടൈനിങ് പീപ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ ശ്രീതൂന് സ്ക്രീൻ സ്പേസ് കിട്ടാത്ത ഒരാളുടെ കൂടെ ഇരുന്ന്, അല്ല സ്ക്രീൻ സ്പേസ് അത്രയും ഞാൻ പറയുന്നില്ല, സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ഒരാളുടെ കൂടെ ഇരുന്ന് എന്നിട്ട് അവരെ കണ്ടന്റ് ആക്കുക എന്നുള്ളതാണ്. കണ്ടന്റ് ഇല്ലാതിരുന്ന ഒരാളുടെ അടുത്ത് പോയിരുന്ന അവരൊരു കണ്ടന്റായി മാറുകയാണ്. ഈ പാട്ടും ഡാൻസും മാത്രമല്ലാതെ സിബിൻ്റെ ക്വാളിറ്റി ഓഫ് കോണ്ടന്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ചുറ്റുമുള്ള കണ്ടസ്റ്റന്റിന്റെ കോണ്ടന്റ് ക്വാളിറ്റിയും കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിസിബിൾ ആയിട്ട് വരുന്നത്. അതെ, അത് തന്നെയാണ് ഇപ്പൊ ശ്രീധുവിന്റെ കേസിൽ ഞാൻ പറഞ്ഞത്. അതായത് ശ്രീധുവിന് അവിടെ സ്ക്രീൻ സ്പേസ് ഇല്ലാതിരുന്ന ഒരാളുടെ കൂടെ പോയി ഇയാളിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്കും കൂടി സ്ക്രീൻ സ്പേസ് കിട്ടുന്ന രീതിയിലായി ഒരു കോണ്ടന്റ് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ ബീയിങ് എ സീസൺഡ് എന്റർടൈൻമെന്റ് പ്രൊഫഷണൽ ഹി ഈസ് ഓസം. റാദർ ദാൻ ലൈക്ക് ടീമിലാണെങ്കിലും, അപ്പോൾ ആള് ഉള്ള ടീമിലാണെങ്കിലും ഹി ഈസ് ജസ്റ്റ് ക്രിയേറ്റിംഗ് എ പ്രോപ്പർ ഓറ. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് അയാളെ പറ്റി പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ. വേണ്ടി എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും വെയിറ്റിംഗ് ആണ്. നമുക്ക് ആ യൂഷ്വൽ സൈക്കിൾ തന്നെ തുടങ്ങാം. എൽവിസ് പറയൂ. സോ ഞാനും ഇതുപോലെ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ലൈക്ക് ഐ വാസ് ലൈക്ക് ഇയാളുടെ ഇൻട്രോ ഞാൻ കണ്ടില്ല, മിസ് ചെയ്ത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കണ ഒരു ഞങ്ങൾ ഇങ്ങനെ പോയ സമയത്ത് ആൾ കയറി അറിഞ്ഞില്ല. പക്ഷെ അതുപോലെ തന്നെ ആൾ കയറി ഉള്ളിൽ നിന്നിട്ടും പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല. അതാണ് അതിൻ്റെ സത്യം. ഞാൻ പക്ഷേ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറേ അമിട്ട് പൊട്ടു എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ ഒന്നും നടക്കണില്ല. മരവാഴ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സീൻ. സോ എഴുതി പഠിച്ചിട്ട് പറയുന്നതും ലൈവായിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരന് റിവ്യൂ ഇടുമ്പോൾ ലൈക്ക് സമയം എടുത്ത് അത് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട് വേഴ്സസ് അപ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ട ഒരു കോൾസ്, ലൈക്ക് ദ കൈൻഡ് ഓഫ് ഡിസിഷൻസ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ഇൻ ഓർഡർ ടു ബി റെലവെന്റ് ഓർ ബി എ ബിഗ് ബോസ് മെറ്റീരിയൽ. പുള്ളിക്കാരന്റെ വൈഫ് തന്നെ ഇപ്പൊ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട്. എന്തോന്ന് ചെയ്യുന്നത് സായി കൃഷ്ണ, എന്തോന്ന് ചെയ്യുന്ന ഇതിനാ അങ്ങോട്ട് മറ്റേ ക്യാമറയുടെ ആംഗിളൊക്കെ മാറിയപ്പോ ഹലോ വാട്ട് ഈസ് ദിസ്. So that's a lot of people were excited for Sai Krishna, but I wasn't. കാരണം എനിക്കറിയാം ബിഗ് ബോസിലൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് കാറിലിരുന്ന് കുണയ്ക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സായി കൃഷ്ണ. നമ്മൾ റൂമിലിരുന്ന് കുണയ്ക്കുന്നു. No, he was dissecting everybody. ഓരോ ആൾക്കാരെ പേര് വെച്ചിട്ട് ഭയങ്കര അനലൈസ് ചെയ്ത് പുള്ളിക്കാരനായിരുന്നെങ്കിൽ മറച്ചേൻ എന്നുള്ള രീതിയിലാണ് കോണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. വിച്ച് എല്ലാവരുടെയും ഫോമാറ്റ് അതൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരിടത്ത് ഇറങ്ങി ആക്ച്വലി കാര്യങ്ങൾ ചെയ്യുന്നതും ചുമ്മാ ഇരുന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്നതും ഇസ് വെരി ഡിഫറെൻറ്റ്. പുള്ളിക്കാരൻ്റെ വോയിസ് പോലും പൊങ്ങുന്നില്ല അങ്ങോട്ട്. അപ്പം ഞാൻ വെച്ച് പൊളൈറ്റായിട്ട് മര്യാദയ്ക്ക് നിൽക്കുന്നതാണോ എന്ന് വിചാരിച്ചപ്പം അതല്ല, പുള്ളിക്കാരന് നല്ല കോൺഫിഡൻസ് കുറവാണ് എന്നുള്ളത് ഇറ്റ്സ് വെരി വിസിബിൾ. ആൻഡ് ഓൾസോ വൈൽഡ് കാർഡ് ആയിട്ടാണോ വന്നത്, ജാസ്മിൻ്റെ ദൂതനായിട്ടാണോ വന്നതെന്ന് എനിക്ക് ഡൗട്ട്. Bro, why the fuck he colored his hair, bro?
What the fuck? We will get to that. അവൻ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല, chill. സായി കൃഷ്ണയായിട്ടാണ് വന്നത്. ഓ Yeah, അതെ അതെ ആ വ്യത്യാസം കാണിക്കാനായിരുന്നു. അതെ ഞാൻ വെറുതെ നല്ലോണം ഇരിക്കുമ്പോ- മനസ്സിലായി, കണ്ടു ബോധിച്ചു. പൊക്കോ. വെറുതെ ഇരിക്കുമ്പോ ഞാൻ അസിയൻ ദേഷ്യം വരുമ്പോ ഞാൻ റോക്കിയാണെന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ ശ്രീ. നമ്മൾ മല മറിക്കും എന്ന് വിചാരിച്ചവൻ, ഞാൻ മല മറിക്കും എന്ന് പറഞ്ഞവൻ, അവിടെ ചെന്നിട്ട് ഒരു ഉറുമ്പിങ്കോട് പോലും മറിക്കാൻ കൊള്ളാത്ത അവസ്ഥയാണ് ഇപ്പൊ. അതായത് ഇപ്പൊ എല്ലാരും അതാ പറയണേ, അതായത് ഗാലറിയിൽ കളി കാണാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴാണ് മോനെ അറിയുന്നത് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. സോ അത്രേ ഉള്ളൂ. ഓക്കെ പറയൂ. എനിക്ക് നല്ലോണം അടിച്ചു കിട്ടി ഇപ്പൊ സായി കൃഷ്ണയ്ക്ക്. അക്ക AKA സീക്രട്ട് ഏജന്റ് എന്താണെങ്കിലും മലപ്പുറം കത്തിയാവുമ്പം വലിയ ഞാൻ ഇപ്പം എടുത്തുടുത്തുകളയും പവനായി ശവമായി, അത്രേ ഉള്ളൂ. ആ ഡയലോഗ് നിങ്ങൾക്ക് വേണ്ടി എഴുതിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും ചെയ്തില്ല. ഇതിനാണെങ്കിൽ വെറുതെ വീണ്ടും നിങ്ങൾ തന്നെ പറയാറുണ്ട് ഒരാളുടെ ചാൻസ് കളയാണ്, ഒരു ഉപയോഗമില്ലാത്ത. ഇറങ്ങിപ്പോ, കാരണം ഒന്നും ചെയ്യുന്നില്ല. യു നോട്ട് ഡൂയിങ് എനിത്തിങ്. ഇനിയിപ്പം ഇത് ഇനി വലിയ സ്ട്രാറ്റജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങി, ആൾക്കാർക്കൊക്കെ മടുത്തു തുടങ്ങി, ഇൻക്ലൂഡിങ് യുവർ വൈഫ്. സോ പൊക്കോളൂ. അടുത്ത പ്രാവശ്യം എവിക്റ്റ് ആവുന്ന ആരുടെ കൂടെ പെട്ടിയും കൂടെ എടുത്ത് പൊക്കോളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മറ്റേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴെങ്കിലും അവിടെ കയറി അങ്ങനെയെങ്കിലും ആക്കുക. അല്ലാണ്ട് വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, മുടി സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ആ മൂലൊക്കെ ഇരുന്ന് സോഫയിലിരുന്ന് കണ്ടോണ്ടിരിക്കുക. അല്ലാതെ സായി കൃഷ്ണൻ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കാണാം. ഈവൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ പോലും അത് ഉപയോഗിക്കുന്ന പോലും ഇല്ല. എടാ എനിക്ക് ഇപ്പൊ മനസ്സിലായി അവൻ എന്താണ് ഗബ്രി ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായില്ല, അതാണ്. ഹലോ, ഞങ്ങൾക്ക് അവൻ അവിടെ പ്രേമിക്കുന്നെങ്കിലും, ഐ മീൻ റിലേഷൻഷിപ്പ് കളിയെങ്കിലും കളിക്കുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഹി ഈസ് മാനിപ്പുലേറ്റിംഗ് പീപ്പിൾ. ഈ റിലേഷൻഷിപ്പ് എന്നുള്ള വേർഡ് ഞാൻ ഗബ്രിയെ പറ്റി പറയും, ജാസ്മിനെ പറ്റി ഞാൻ പറയില്ല. ബിക്കോസ് ഇഫ് ഹി ക്യാൻ സേ ദാറ്റ് ഓൺ ബിഗ് ബോസ്, നമുക്കും ചെയ്യാൻ പറ്റും, നമുക്കും പറയാൻ പറ്റും. സോറി സായി കൃഷ്ണ, ബൈ. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, മറ്റേ കാറിനകത്ത് വൈൽഡ് ആനിമൽ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ ഡൊമസ്റ്റിക് ആനിമൽ, കടുവയിൽ നിന്ന് റാബിറ്റിലേക്കുള്ള കാറിൽ ഗർജിക്കുന്ന സിംഹവും വീട്ടിലെ പശുമ്പയും പോയി. മറ്റേ ഇന്ന് ഇറങ്ങിയ പ്രോമോയിലാണ് ആകെ പുള്ളിയുടെ ഒരു ഒച്ച പൊങ്ങി കേട്ടത്. അപ്പൊ ആ ഒച്ച പൊങ്ങി കേട്ടപ്പോ ഫ്രണ്ടില് ജിൻഡോയും നടക്കുന്നുണ്ട്, ഇവനും നടക്കുന്നുണ്ട്. അപ്പൊ ഒച്ച കേട്ടപ്പോ ജിൻഡോ ആണെന്ന് വരെ വിചാരിച്ചു പോയി. അത്രയും പോലും റെലവൻസ് ഇല്ലാണ്ട് പോവാന്നുള്ള രീതിയിലാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാൻ അങ്ങോട്ട് കയറിയ മലത്തി കാണിക്കും എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പാഠമാണത്. എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കണ്ണാടി നോക്കിയാണോ താങ്കൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേണമെങ്കിൽ പറഞ്ഞു. സച്ചിനൊരു കമന്റ് ഒരു ഉണ്ടായിരുന്നു, നീ അവിടെ കറങ്ങ മരത്തോന്ന്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കയറ്റിവിട്ട് നോക്ക്, മലത്തി കാണിച്ചു തരാന്ന്. അതിനി പറയണോ? അങ്ങനെ എപ്പിസോഡിലും പറയാറുണ്ട് സച്ചി സെയിം ഡയലോഗ്, കയറ്റി വിട്ടോ മലത്തി കാണിച്ചു തരുമെന്ന്. ഹലോ ബിഗ് ബോസ്, പ്ലീസ് ഡു സംതിങ് പ്ലീസ്. നിങ്ങൾ ഇങ്ങനെ എല്ലാ എപ്പിസോഡിലും വന്ന് നമ്മൾ കഴിഞ്ഞാലും നമ്മുടെ കോൺഫിഡൻസ് താഴെ വീഴുന്നതല്ല എന്നുള്ളതാണ്. ഇങ്ങനെയായിരുന്നു ചിലര് കാരണത്തിന് പറഞ്ഞത്. അത് കാറിലിരുന്ന് പറഞ്ഞവരുടെ കാര്യം. ഇത് ഞങ്ങൾ റൂമിലിരുന്നാ പറയുന്നത്. ഏഷ്യനെറ്റ് ഇങ്ങനെ പല ക്യൂറേഷനും പരിശോധിച്ചു. കാറിലിരുന്നവരെ എടുത്ത് പശുമ്പയായി, റൂമിലിരുന്നവരെ എടുത്തു നോക്കൂ. ഓക്കെ, എനിക്കൊരു ഫോൾഡർ ഉണ്ട്, സച്ചി ഓഡിഷൻ ടേപ്പ്, അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ആള് ഓ ഇതിപ്പോ ആരെ പറയുന്നു, ഞാനൊന്ന് ഫിൽട്ടർ ചെയ്യട്ടെ. ഓക്കെ, ഏത് ഇനിഷ്യലാണോ? ഓക്കെ, ഞാൻ സംസാരിക്കാം. ഓക്കെ, അടുത്ത ആള് അഭിഷേക് കെ ജയദീപ്, എൽവിസ്. അടുത്ത ഞാൻ നേരത്തെ ഏത് വാഴയെ കുറിച്ച് പറഞ്ഞത്, ഇത് മരവാഴയല്ല, ഇത് കാട്ടുവാഴയാണ്. സത്യമായിട്ട് എന്താ കാണിക്കണേ? ഏത് അഭിഷേകാണെന്ന് മനസ്സിലായി. പൊക്കമുള്ള ജിമ്മൻ അതല്ലേ? അല്ലല്ലോ, മറ്റതല്ലേ? അതെസ്സാണ്. രണ്ടുപേർക്ക് പൊക്കമുണ്ട് ഗൈസ്, വെരി രണ്ടുപേർക്കും ജിമ്മും ഇത് പൊക്കം കൂടിയ അഭിഷേക് ഫ്രം പൂനെ. അതെ അതെ, പൂനെ. ലൈക്ക് ഐ മീൻ ഐ ഫെൽറ്റ് ഹീസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ഐ മീൻ ഇടക്ക് ജസ്റ്റ് കുറച്ചിങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് മിസിലും പിരിപ്പിച്ച് നടക്കുന്നു അല്ലാതെ I have never seen anything very active, anything proactive, nothing. Okay, Kevin? ഫസ്റ്റ് ഇംപ്രഷൻ സീനായിരുന്നു. എൻ്റെ അമ്മോ, ഞാനും
എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടി വാവ് ഗ്രേപ്പ് അമേസിങ് അടുത്ത റിയാസ് സലീം ആണോ ഗായ്സ് പക്ഷേ എപ്പിസോഡിൽ മനസ്സിലായി അടുത്ത റിയാസ് സലീം പോയിട്ട് 6 പോലും അല്ല. സോ യാ ഗൈസ് വേസ്റ്റ്. ഓക്കെ, റിയാസ് സലീം. അഭിഷേക് ജയദീപ് പുള്ളിക്കാരൻ കയറിയപ്പോൾ ഹി വാസ് കീപ് സേയിങ് ഞാൻ LGBTQ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ LGBTQ അഡ്വക്കേറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല ബിഗ് ബോസ്. ഇഫ് സംതിങ് ഇസ് കമ്മിങ് അപ്പ് ഡെഫിനറ്റ്ലി യു ക്യാൻ ടോക്ക് ആൻഡ് എഡ്യൂക്കേറ്റ് അബൌട്ട് ഇറ്റ്. അല്ലാതെ ബിഗ് ബോസിൽ പോകേണ്ട മെയിൻ ഉദ്ദേശം അതാവേണ്ട ആവശ്യമില്ല. പക്ഷെ അതാവുന്നതുകൊണ്ട് പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയില്ല. ഇനി അതാണ് ഉദ്ദേശമെങ്കിൽ അതുപോലും കറക്റ്റായിട്ട് അഭിഷേക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിച്ച് ഇസ് വൺ തിങ് ദാറ്റ് ഐ മേജർലി ഡിസപ്പോയിൻറ്റ് അബൌട്ട്. കാരണം ഇത്രയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ടും പ്രോപ്പർലി എഡ്യൂക്കേറ്റ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് വായടപ്പിക്കാനോ പോലും അഭിഷേകിന് പറ്റിയിട്ടില്ല. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ട്രിഗർ ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാൻ ലട്ടും എന്ന് അനുവദിച്ച് അത് കേട്ടുകൊണ്ടിരുന്ന് പല സ്റ്റേറ്റ്മെൻറ്റ്സും വരുമ്പോൾ നടന്നു പോകുന്നതല്ല അഭിഷേക് ചെയ്യേണ്ടിയിരുന്നത്. സോ വെരി മച്ച് ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, ഫെയർ പോയിന്റ്. ശ്രീലക്ഷ്മി പറയൂ. ഒരു വീരാളിയായിട്ട് ചെന്ന് ലാലേട്ടാ ഞാൻ മലമറിക്കും, ഞാൻ ഇതാ ചെയ്യാൻ പോണ, ഞാൻ LGBTQ അത് ഇത്, എന്നിട്ട് ചെന്ന് ഒരു ബീരുവിനെ പോലെ ആരില്ലെന്ന് പറയുമ്പോൾ ആണോ, ഓ എനിക്ക് താല്പര്യമില്ല, ഓക്കെ ഒരു ചിരിയുണ്ട് പുള്ളിയുടെ. ഓ ശരി, ആരെങ്കിലും മറ്റേ അഭിഷേകം ഇന്നത്തെ ടാസ്ക് എന്താ പറഞ്ഞപ്പോ ഓ ആണോ ഒരു പുച്ഛ ചിരി. ദാറ്റ്സ് ഓൾ യു ഗെറ്റിംഗ് ഫ്രം ഹിം. അതിനുപരി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയാ, തൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിന് ബാക്ക് ചെയ്യാൻ ഒന്നുമില്ല. അതെന്തേലും ആവട്ടെ, എനിക്ക് താല്പര്യമില്ല. ബൈ ബൈ ദോ ബൈ എനിക്ക് ഇത് തന്നെയാണ് ഭയങ്കര ഇമ്പാക്റ്റ് ഒക്കെ കൊണ്ട് ഇങ്ങനെ എനിക്ക് 2 അഭിഷേകമായിരുന്നു എൻ്റെ മറ്റേ. ഞാൻ ഇങ്ങനെ കൊള്ളാം സൂപ്പർ, ഇന്ന് എന്തെങ്കിലും ഈ ആഴ്ച കലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കലങ്ങിയില്ല. വെറുതെ ഇതേപോലെ സൈഡിൽ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇപ്പം റിയാസ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും LGBTQയുടെ എല്ല് പോലും അവൻ മിണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത അഭിഷേകം അല്ല ഇവന്റെ പറഞ്ഞു. സോ റിയാസ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. പുള്ളി ആദ്യം വന്ന് ഞാൻ ഇതിന് കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷന് വേണ്ടി സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അകത്ത് കയറി ആ റൂമിനകത്ത് കയറിയപ്പോൾ പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഞാനിതിന് വേണ്ടിയിട്ടല്ല ഇവിടെ, ശരിക്കും ഞാനത് പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു പുച്ഛം വെച്ചിട്ടുള്ളൊരു ചിരിയും, അത് മാത്രമല്ല വേറൊരു സംഭവം നടന്നു. വടംവലിയുടെ ഇടയ്ക്ക് പറന്നു പോയായിരുന്നു ജിൻഡോ വലിച്ചപ്പോൾ, മറിഞ്ഞു വീണായിരുന്നു. ജിൻഡോ അപ്പുറത്ത് നിന്ന് വലിച്ചപ്പോഴത്തേക്കും ഇപ്പുറത്ത് അർജുനും ഈ അഭിഷേകം കൂടിയാണ് നിന്നത്. അപ്പോൾ ആദ്യത്തെ വലിയിൽ അഭിഷേകം മറിഞ്ഞു വീണ ഒരു സീനുണ്ട്. അതാണ് ഏറ്റവും നന്നായിട്ട് അവിടെ കിട്ടിയ ആക്ഷൻ പുള്ളിക്ക്. വേറൊന്നും അവിടെ നടന്നിട്ടില്ല. സോ പുള്ളി ഒരു വെറും വേസ്റ്റ് ആയിട്ട് ഞാനും പുള്ളിയെ പ്രഖ്യാപിക്കുന്നു. എനിക്ക് പേഴ്സണലി ഒരു with 1 week what we saw. With 1 week let's see what happens. Yes, let's see. We നമ്മൾ don't know. ബാക്കി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചയിൽ നമ്മൾ കണ്ടത് വെച്ചിട്ട് എനിക്കിതൊരു പേഴ്സണലി ഇവനൊരു വേസ്റ്റ് ആയിട്ട് തോന്നുന്നു. അതെ. യെസ്, ഇനി നമ്മളുടെ അവസാനത്തെ വൈൽഡ് കാർഡ് അഭിഷേക് എസ്. എൽവിസ് തുടങ്ങിക്കോളൂ. എനിക്ക് തോന്നണ് പുള്ളിക്കാരൻ നേരെ വന്നത് മറ്റേ എന്തായാലും പറയണ നോമിനേഷനിൽ കയറാൻ വന്ന പോലെ ഉണ്ടായിരുന്നു. നേരെ വന്ന് നോമിനേഷൻ മേടിച്ചു. ഓക്കെ അങ്ങോട്ട് മാറി നേരെ വന്ന് ഓക്കെ ബൈ അങ്ങനത്തെ ലൈക്ക് ആദ്യം ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. ബട്ട് പിന്നെ മനസ്സിലായി, ഓ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് തന്നെ ഇതൊരു ഒടിയായി മാറും, ഞാൻ മാറ്റിപ്പിടിക്കാം, ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഡിപ്ലോമസി കളിച്ച് നല്ല ഉണ്ണിക്കുട്ടനായിട്ട് നടക്കുന്നു. കെവിൻ പുള്ളിക്കാരൻ I have a very basic understanding of what he was before this. So all the shitty pages that you see without faces that claims to be men or like claims to represent what being a man is about is basically ഇവനാണ് അതിൻ്റെയൊക്കെ അഡ്മിൻ ഗ്രൂപ്പിലും അതിൻ്റെയൊക്കെ ഗ്രൂപ്പ്സിലൊക്കെ ഉള്ള ചെറ്റ എന്ന് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫേസ്ലെസ് ആയിട്ട് നിൽക്കുന്നത് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ബീയിങ് എ മാൻ. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. ആൻഡ് ഒരു സ്ട്രാറ്റജി ആയിട്ട് കളിക്കാൻ വന്നു. അത് ബിഗ് ബോസ് കളിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും
വേറെ ആയിപ്പോയി. ഒന്നുമില്ല. ഹി ഹാസ് സീറോ സബ്സ്റ്റൻസ്. വൺ തിങ് ഹി ഡിസൈഡഡ് ടു പ്ലേ ഓൺ ആൻഡ് ആ ഒരു ഓർക്കസ്ട്രേഷൻ അത് ഫെയിൽ ആയി പോയത് ഈ വീക്കിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. കാരണം കയറുന്നു, വേറൊരു പോസ്റ്റ് നടക്കുന്നു അതിനെപ്പറ്റി, ആ പോസ്റ്റ് നടക്കുന്നു, അതിൻ്റെ ഒപ്പം ഷോയിൽ സംസാരിക്കുന്നു, ആൻഡ് എവറിത്തിങ് ഗോസ് ടു ഷിറ്റ് the moment Big Boss intervenes and tells him not to talk about this. So one thing, like, why the fuck would you be in a group which would just, you know, be faceless and you think that is being manly? Like, this whole thing, this is why I don't want to stand on either side of anything, because it just propagates shit on both ends. മനസ്സിലായില്ലേ? So just adding, രണ്ട് അഭിഷേകുമാരും അവരവരുടെ കമ്മ്യൂണിറ്റിയുടെ വളരെ ടോക്സിക് ആയിട്ടുള്ള മിസ് റെപ്രസെന്റേഷൻസ് ആണ് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. റിയ സർ, അഭിഷേക് ശ്രീകുമാർ, ഒരു സിമ്പിൾ സാധനം ഇപ്പൊ പറയുക, ഒരു വളരെ ക്വിക്ക് ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ. ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നത് അതുകൊണ്ടല്ല, വി വിൽ ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഈ പുള്ളിയുടെ അജണ്ടകളും അയാളുടെ ഒരു രീതികളും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ കീപ് ദിസ് സെഷൻ വെരി ഷോർട്ട്. സോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത്, എ പീസ് ഓഫ് ഷെറ്റ്. ഇതുപോലെയുള്ള അലവലാദികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഉണ്ട്. ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. സോ എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ് അഭിഷേക് ശ്രീകുമാറിനോടല്ല. കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള കുറേ തെണ്ടുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ കുറേ കണ്ടിട്ടുള്ളതാണ്. വിച്ച് ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് അഭിഷേക് എന്താണ് അവൻ്റെ ചിന്താഗതി, അവൻ എന്തിനോടാണ് പ്രശ്നമുള്ളത്, അവൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തിനാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് അബൌട്ട് എനി ഓഫ് ദാറ്റ്. മൈ പ്രോബ്ലം ഇസ് വിത്ത് ദ മേക്കേഴ്സ് ടു ഹാവ് ദ ഒഡാസിറ്റി ടു ബ്രിങ് എ പീസ് ഓഫ് ഷിറ്റ് ലൈക്ക് ദാറ്റ് ഇൻ ടു ദ ഷോ. ആൻഡ് ചിക്കുമാമയിൽ കളിക്കാൻ വന്നിട്ട് ഒരു കുണ്ണവാവ് പോലും അല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ ഇരിക്കുകയാണ്. അവനെ തള്ളി ഉണ്ടാക്കിയ എത്രയോ അക്കൗണ്ട്സ് ഇനിഷ്യലി BGM ഇട്ട് ആ BGMൽ ഇടാനൊരു കോണ്ടന്റ് പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി. എല്ലാവരും ചമ്മി നാറിയിരിക്കണം. ഐ എം സോ ഹാപ്പി ദാറ്റ്സ് ഹാപ്പനിങ്. ബാക്കി പിന്നെ പറയാം. ശ്രീ പറയൂ. I am waiting. അഭിഷേക് ഒരു ചീറ്റിപ്പോയ ബലൂൺ, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അതായത് ബലൂൺ ഊതിർപ്പിച്ച് ഐ ആം സ്ട്രോങ്, ഐ എം ദിസ്, ഐ എം ദാറ്റ്, ഐ എം ഡൂയിങ് ദിസ്, ഐ എം അഗേൻസ്റ്റ് ദീസ് പീപ്പിൾ, ഓൾ ഓഫ് ദാറ്റ്. അകത്ത് ചെല്ലുന്നു, നേരെ അവരുടെ വായിലേക്ക്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഡിഡ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് റോങ്, ദാറ്റ്സ് ഹോൾ അനദർ സ്റ്റോറി. പക്ഷേ ആരെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും നേരെ വായിലേക്ക് ചെന്ന് അൺനെസസറിലി അറ്റാക്ക് ചെയ്ത് അതൊരു പ്രശ്നമാക്കിയും ആ നെക്സ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് പറയണം, മോനെ നിൻ്റെ കളി ഇവിടെ നടക്കില്ല, മടക്കി കെട്ടി വെച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ബിഗ് ബോസ്, പിന്നെ തീർന്നു. പിന്നെ ആളെ അവിടെ കണ്ടിട്ട് പോലുമില്ല. ആ ഒരവസ്ഥയായി. എന്നുവെച്ചാൽ വട്ടപൂജ്യം, ശൂന്യം. അതാണ് എനിക്ക് അയാളെപ്പറ്റി പറയാനുള്ളത്. നത്തിങ്. അതായത് അതാണ് റിയാസ് പറഞ്ഞതുപോലെ ഇതുപോലത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ എം നോട്ട് സർപ്രൈസ്ഡ്, ബട്ട് ഐ എം സർപ്രൈസ്ഡ് വൈ ദിസ് ഷിറ്റ് ഹെഡ് ഇസ് ഇൻ ബിഗ് ബോസ്. അതിൽ ഞാൻ സർപ്രൈസ്ഡ് ആണ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ആൾക്കാർക്ക് അവർക്കൊന്നും ഇല്ല, അഗെയിൻ നത്തിങ് ആണ്. അപ്പോൾ അവർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റേ റെബൽ മോഡ് ഇറക്കാൻ തുടങ്ങും. എന്നാൽ ഞാൻ അങ്ങ് എല്ലാത്തിനും അങ്ങ് എതിർക്കാം. എനിക്ക് ഇമോഷൻ ഇല്ല, എനിക്കതില്ല, എനിക്കിതില്ല, ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. പ്രൂ സോറി ബൈ. കുറച്ച് തെറപ്പി വാരിക്കോരി ആവശ്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പുള്ളി ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ പ്ലാനൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. ഒരു പ്ലാൻ, അതാണ് വേറെ ഒന്നും അറിയില്ല. ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കുറെ സബ് പ്ലാൻസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. മോളെ ഞാനിത് പറയുമ്പോഴത്തേക്കും നീ ഇത് പോസ്റ്റ് ചെയ്യണം, അല്ല അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി വന്നു. അത് ബിഗ് ബോസ് നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിനെപ്പറ്റി ഇവിടെ സംസാരിച്ച് പോകരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആലോചിച്ചുകൊണ്ട് വന്ന എല്ലാ സാധനവും ഒറ്റ പരിപാടിക്ക് അങ്ങ് തീർന്നുപോയി. അതിനുശേഷം പുള്ളിയുടെ ശബ്ദം ഇവിടെ ഉയർന്ന് നമ്മളും അങ്ങനെ കേട്ടിട്ടില്ല. പുള്ളി ശബ്ദം ഉയർത്താൻ നോക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സായി കൃഷ്ണയെ പോലെ ആയി മാറുകയാണ്. അല്ല അവരെന്തായിക്കോട്ടെ, അവർ പുറത്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആസ് സ്ട്രിക്ട്ലി ഫ്രം എ ഗെയിം പെർസ്പെക്റ്റീവ് ബിഗ് ബോസ് ഇവരോട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ജെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും മതപരമായ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഹിയസ് ബാക്കി ഒരു വെറും ഈവൻ മഞ്ഞക്കട്ടിലേക്ക് കിടക്കുന്ന അൻസിബ ഇസ് മോർ ആക്റ്റീവ്. സോ അത്രേ ഉള്ളൂ.
ഇനി അപ്പോൾ ബേസിക്കലി ഇപ്പോൾ 6 പേരുടെയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു എൻഡായിട്ട് നമ്മളിതിനെ പ്രഖ്യാപിക്കുകയാണ്. ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ പറയുന്ന വൈൽഡ് കാർഡ്സ് കയറിയിട്ട് അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിസ്കഷൻ അർഹിക്കുന്ന 1-2 വൈൽഡ് കാർഡ്സിൻ്റെ കാര്യം മാത്രം നമുക്ക് ഡിസ്കഷനിലോട്ട് വെക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് നോട്ടിൽ തുടങ്ങണോ നെഗറ്റീവ് നോട്ടിൽ തുടങ്ങണോ? നെഗറ്റീവ് നോട്ട്. ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഇത് ഇല്ല. ഞാനൊരു സംഭവം പറഞ്ഞു തുടങ്ങാം. ഞാൻ റീസെൻ്റ്ലി വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര അവെയർ അല്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റീസ് അവരുടെ റൈറ്റ്സിനെ പറ്റി പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കും കൂടി വേണം എന്നുള്ളതുകൊണ്ട് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പല റിസോഴ്സസ് ഉണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ ഈസ് ഓൾസോ ദെയർ. അതിനകത്ത് നല്ല രീതിയിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാരുണ്ട്, മോശം രീതി. അപ്പോൾ ഇന്നലെ വ്യാഴാഴ്ച രാത്രി JBI ടോക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ജെബിൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ദാറ്റ് ഗേവ് മീ എ ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ്. ഞാനത് കമൻറ്റ് ഇട്ടു. ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ താങ്ക് യു ഫോർ ദിസ് വീഡിയോ, എനിക്കിത് ഒരുപാട് പെർസ്പെക്റ്റീവ് തന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു കമൻറ്റ് ഇട്ടായിരുന്നു. കാരണം അതിനകത്ത് പുള്ളി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 2 പേരും ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിന് അതിന്നായിരുന്നു. അതായത് അഭിഷേക് എസും അഭിഷേക് ജയദീപും 2 പേരും അവരവരുടെ കമ്മ്യൂണിറ്റികളിലെ ടോക്സിക് മിസ്റെപ്രസെൻറ്റേഷൻസ് ആണ്. ഈവൻ ഇപ്പോൾ അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ആൾ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾ, അയാൾ ബയോളജിക്കലി ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടാത്ത ഒരാൾ, എന്നാൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ അയാളുടെ കുടുംബാംഗങ്ങളെ വലിച്ചഴിച്ച് അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് പുള്ളി കാണിക്കുന്നത്. ജാൻമണി ആണെങ്കിൽ പോലും ഇതിന് മുന്നേ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചപ്പോൾ യു ആർ നോട്ട് ഫൈറ്റിംഗ് വിത്ത് എ മാൻ, യു ആർ നോട്ട് ഫൈറ്റിംഗ് വിത്ത് എ വുമൺ, യു ആർ ഫൈറ്റിംഗ് വിത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവരവരുടെ സ്വന്തം ജെൻഡറിനെ ബാക്കിയുള്ള ജെൻഡറുകളുടെ മുകളിലാണ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തർ ജെൻഡർ കാർഡ് ഉണ്ടാക്കുന്നത്. ബേസിക്കലി പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ. എല്ലാ കമ്മ്യൂണിറ്റീസിലും എല്ലാ കമ്മ്യൂണിറ്റീസിലും ചെറിയ ടോക്സിസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും. അതിപ്പോൾ മെജോറിറ്റിയിൽ നല്ല രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം മെജോറിറ്റി അത്ര ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത്രയും കൂടുതൽ ആൾക്കാരും അതിനകത്ത് ഉണ്ട്. ഫെമിനിസത്തിൻ്റെ റൈസ് വന്ന സമയത്തും ഉണ്ടായിരുന്നു. അതായത് അവർ നമുക്കൊരു ത്രെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ ഡിസ്കഷനിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ളൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അഭിഷേക് എസിൻ്റെയും അഭിഷേക് ശ്രീകുമാറിൻ്റെയും അഭിഷേക് ജയദീപിൻ്റെയും സെലക്ഷൻ കാണിച്ച ഏഷ്യാനെറ്റിൻ്റെ ഒരു ക്യൂറേഷനെ പറ്റി നിങ്ങൾ പറയുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐ വിൽ സപ്പോർട്ട് സച്ചീസ് പോയിൻറ്റ്. ബിക്കോസ് ലൈക്ക് അവർ ബിഗ് ബോസ് ഹൗസിൽ കയറിയത് തന്നെ കണ്ടില്ലേ, അവർ 2 പേരും ഒരുമിച്ചാണ് കയറ്റി വിട്ടത്. ലൈക്ക് ഇറ്റ് വാസ് ക്വൈറ്റ് എവിഡൻറ്റ് ദാറ്റ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇത് വിറ്റ് TRP ആക്കാനാൻ വേണ്ടി തന്നെ കയറ്റി വിട്ട പോലത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ആൻഡ് ഐ ഡോണ്ട് സപ്പോർട്ട് ദാറ്റ് അറ്റ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ അഭിഷേക് എസ് ഡസൻറ്റ് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് തിങ്സ് പ്രോപ്പർലി. ലൈക്ക് ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഐ മീൻ ഈ എക്സ്ട്രീം ടോക്സിസിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും ദേ ഡോണ്ട് ട്രൈ ടു സ്റ്റെപ്പ് ഇൻ ടു ലൈക്ക് അതർ സൈഡ്സ്. ദാറ്റ് ഈസ് വൺ മേജർ ആസ്പെക്ട് ആൻഡ് ഐ ഫെൽറ്റ് ദിസ് വാസ് എ ഡം തിങ് for Big Boss to do. കമ്മ്യൂണിക്കേഷൻ്റെ ആസ്പെക്ട് വന്നപ്പോൾ ലെറ്റ് മീ പോയിന്റ് ഔട്ട് വൺ സ്പെസിഫിക് തിങ് ഹി സെഡ്. അയാൾ ഈ കൊറിയൻ മല്ലു എന്ന് പറയുന്ന അക്കൗണ്ടിൽ ആ പോസ്റ്റ് ഉണ്ടല്ലോ, ആ പോസ്റ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇയാൾ കയറി നിൽക്കുന്നതിന് തൊട്ട് മുന്നേ ഇവൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് മറ്റേ അഭിഷേക് ബാക്കിയുള്ള ആൾക്കാരുടെ ഭാര്യയും കുട്ടികളെയും പറ്റി ഡെറിഗേറ്ററി ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള സീൻ, അങ്ങനെ അവൻ അത് തുടങ്ങുന്നത്. ഇവൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള കുറേ ഹൗസ് മേറ്റ്സ് വന്നപ്പോഴത്തേക്ക് അവർക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ല. അവരത് പല രീതിയിലും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീട്ടിൽ കുട്ടികളുണ്ടാവും, അവരെ തല്ലുന്നത് അതൊക്കെ ഇവൻ കാരണമാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ പല രീതിയിലും വന്നു തുടങ്ങി. അത് ഇവൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. ഇവൻ ഉദ്ദേശിച്ചതും ഇവൻ പറഞ്ഞതും തമ്മിൽ ഉള്ള ഒരു ഭയങ്കര വ്യത്യാസം അവിടെ ഓൾറെഡി നടന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഹോൾ കൊറിയൻ മല്ലു തിങ് is even legit. So I don't want to take that particular incident and speak on that. So coming back to my point, already there was a situation where you guys fucked up in terms of selecting people. So you had that feedback. Otherwise നിങ്ങൾക്ക് 6 പേരെ എടുക്കേണ്ട ആവശ്യം പോലും വരത്തില്ലായിരുന്നു. അത് വന്നപ്പോൾ തന്നെ നിങ്ങൾ like you had to go back to the drawing room and discuss. Like നമ്മൾ ഇതുവരെ എടുത്ത പോലെ അല്ലാണ്ട് ഒന്ന് മാറ്റി പിടിക്കണമായിരുന്നു.
ദാറ്റ് ഈസ് നിങ്ങൾ മാറ്റി പിടിക്കണമായിരുന്നു ഇൻ ടേംസ് ഓഫ് ബ്രിങ്ങിങ് ഇൻ ന്യൂ കണ്ടസ്റ്റൻസ്. 6 പേരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പിന്നെയും 4 വാഴകളെ യു ഹവ് ആഡഡ്. എക്സാക്ട്ലി. Okay, and coming back to the whole Abhishek versus Abhishek, like now both of them I feel like മറ്റേ ആള് LGBTQ കാർഡ് കളിക്കാൻ വന്നു, ഒരാൾ ആൻറ്റി കളിക്കാൻ വന്നു. എനിക്ക് തോന്നുന്നത് സോ ഈ ഇൻ്റർവ്യൂവും തേങ്ങാക്കൊലയൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. രണ്ടുപേരുടെ അടുത്തും അത് കളിക്കാൻ തന്നെ കൊണ്ടുവന്നു, അത് പാളി, പിന്നെയും പാളി. ലൈക്ക് നൗ അഗൈൻ വി ഹാവ് 2 waste contestants on board. അവർക്കും വേറൊന്നും ചെയ്യാനില്ല. They don't know shit. വേറൊന്നും അറിയില്ലല്ലോ. ദേ ഡോണ്ട് നോ ഷിറ്റ് എന്നുള്ളതിന് ഉപരിയായിട്ട് അവര് പഠിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ ശ്രീകർ ഏജന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അയാൾ എഴുതി പഠിച്ചു കൊണ്ടുവന്ന സിലബസ് അല്ല ഇവിടെ ഓടുന്നതെന്ന് മനസ്സിലായി. ഇവർ എഴുതി പഠിച്ചുകൊണ്ടുവന്ന സിലബസ് അല്ല, ഇനി ആ പരീക്ഷ ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അവർക്ക് കളിക്കാനോട് ഗ്രൗണ്ടില്ല. എഴുതി പഠിച്ചെന്ന് മാത്രമല്ല, അവരല്ലെങ്കിലും അവർക്ക് അതേ അറിയുള്ളൂ എന്നാണ്. എസ്പെഷ്യലി ലൈക്ക് അബൌട്ട് അഭിഷേക് എസ്. അയാൾക്ക് അത് മാത്രമേ അറിയുള്ളൂ. അയാൾ ഇത്രയും നാളെ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന പോലത്തെ ഉടായ്പ പരിപാടികളും അയാൾക്കിത് മാത്രം. അങ്ങനെ ഒട്ടും ഡിസേർവിങ് അല്ലാത്തൊരാളെ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ട് ഇതിപ്പോ അവരെയും കളിയാക്കുന്നു, നമ്മളെയും കളിയാക്കുന്നു. ദ ബിഗ് ബോസ് ടീം നമ്മളത് മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ വിചാരിച്ച്? ഐ മീൻ ലൈക്ക് ബാക്കി കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള ഒരുപാട് കഴിവുകളും നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല ഐഡിയോളജീസും നല്ല പോയിന്റും പറയാനൊക്കെ കഴിവുള്ള ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ മുഖത്ത് കരിവാരി തേക്കുന്ന പോലെയാണ്. സോ വാട്ട് ഐ ഫീൽ ഇസ്, സോ എനിക്ക് തോന്നുന്നു വളരെ മോശമായ ബിഗ് ബോസിൽ യാതൊരു തരത്തിലും ഡിസേർവിങ് അല്ലാത്ത കുറേ കണ്ടസ്റ്റന്റ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് യു റിയലൈസ് ദാറ്റ് നിങ്ങളുടെ സീസൺ വളരെ ഫ്ലോപ്പാണ്, പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചിലപ്പോൾ സീസണിൽ TRP ഉണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രോമോസിനൊക്കെ ഇതിന് മുമ്പ് വരാത്ത അത്രയും വ്യൂസ് വരുന്നുണ്ടാവും, ചിലപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ദറ്റ്, എനിക്ക് അതിൻ്റെ അനലിറ്റിക്സ് ഒന്നും അറിയത്തില്ല. പക്ഷേ ക്ലിയർലി സീസൺ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ജാസ്മിനും ഗബ്രീനും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ടെന്നല്ലാതെ കാര്യമായിട്ട് ഒരു മെയിൻ സാധനം എല്ലാ സീസണിലും മെയിനായിട്ട് ഇവർക്ക് സോഷ്യൽ മീഡിയ വഴി പോകേണ്ട അല്ലെങ്കിൽ ഓഡിയൻസിന് ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മെയിൻ കോൺട്രവേഴ്സി ഉണ്ടാവണം. അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഈ സീസണിൽ നടന്നില്ല. അത് മാത്രമല്ല, ദ ക്വാളിറ്റി ഓഫ് കണ്ടസ്റ്റന്റ് ദ സെലക്ടഡ് വാസ് സോ ഫക്കിംഗ് പുവർ. ദേ ഹാഡ് ടു റീലോഞ്ച് ബിഗ് ബോസ് വിത്ത് 6 വൈൽഡ് കാർഡ് എൻട്രീസ്. അങ്ങനെയാണ് അവർ 6 പുതിയ വൈൽഡ് കാർഡ്സിന് കൊണ്ടുവന്നത്. ഈ 6 പേരെ കൊണ്ടുവന്ന് ചിലപ്പം ഈ അഭിഷേക് തന്നെ പറഞ്ഞു ഇനീഷ്യൽ ഓഡിഷൻസ് അഭിഷേക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അഭിഷേകിനെ സെലക്ട് ചെയ്യാതിരുന്നതായിരിക്കും. അഭിഷേക് എസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദെൻ ദേ ഹവ് റിയലൈസ്ഡ് അഭിഷേക് ജയദീപിനെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കി ബിഗ് ബോസ് പുറത്ത് ചർച്ച ചെയ്യപ്പെടാൻ കൂടുതൽ TRP ഉണ്ടാക്കാനുള്ള ഒരേ ഒരു വഴിയാണ് ഇങ്ങനെ ഒരു സാധനത്തിന് അകത്തേക്ക് കയറ്റി വിടുന്നതെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം. ബട്ട് മൈ പ്രോബ്ലം ഇസ് ഏഷ്യനെറ്റ് എന്നൊരു ചാനൽ അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ ഇന്ത്യ വിച്ച് ഇസ് പ്രോ LGBTQ അവർ നടത്തുന്ന എല്ലാ ഷോയിലും ഹിന്ദിയിൽ ഏത് ഷോവും ആയിക്കോട്ടെ, എൻഡമോൾ ഷൈൻ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അവർ ചെയ്യുന്ന എല്ലാം പ്രോ LGBTQ ഷോസ് ആണ്. അത് ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് ബിഗ് ബോസ് മലയാളം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാളെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹിപ്പോക്രസിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫ് നിങ്ങൾ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ചാനലാണ് ആക്ച്വലി മലയാളം ബിഗ് ബോസ് എന്ന് ഞാൻ പറയട്ടെ. മലയാളം ബിഗ് ബോസ് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ചാനൽ ഒരു ഫുൾ LGBTQ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ പ്രോ LGBTQ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണെന്നോ ചാനലാണെന്നോ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് പോയിന്റ്. കാരണം വളരെ ഹോമോഫോബിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇൻറ്റൻഷൻ നിങ്ങൾ എത്ര വിളിച്ച് വോൺ ചെയ്ത് ഇപ്പം നിർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം ഓഡിഷൻ ചെയ്യുമ്പോൾ ഈ അഭിഷേക് എസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറോ ഒരു അഭിനേതാവോ ആകെ 1-2 ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിം ചെയ്തതും ഡയറക്ടേഴ്സിന് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് തെറിവിളി നല്ലവണ്ണം കേട്ടിട്ടാണ്. I will try to destroy his career because he want to destroy lives of people. So തീരെ അഭിനയിക്കാൻ അറിയാത്ത ഡയറക്ടേഴ്സിനെ തെറി വിളിച്ച് ആകെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങൾക്കറിയാം ഓഡിഷൻസ് നടത്തിയ സമയത്ത് ഇയാൾ anti-LGBTQ ആണെന്ന് ഒരു കൂട്ടം മനുഷ്യരുടെ എതിരെ സംസാരിക്കാൻ നിങ്ങൾ ഒരാളെ ഷോയിലേക്ക് കയറ്റിവിട്ടു സോ ദാറ്റ് യു ക്യാൻ സെൽ ഇറ്റ്. സാധാരണ മനുഷ്യരുടെ പാവപ്പെട്ട ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ണീര് വിറ്റ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അഭിഷേക് എസിനെ പോലുള്ളൊരു ഷിറ്റിനെ ഷോയിലേക്ക് കടത്തിവിട്ടു. അയാൾ വന്നിന്ന് തുറന്നടിച്ച്
സ്റ്റേറ്റ്മെന്റ്സ് പറയണം. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇയാൾ പറയുന്നത് കാരണം ആൾക്കാർ ഇറ്റ്സ് ലൈക്ക് ഇതിന് എതിരെയുള്ള ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വന്ന് സംസാരിക്കാമെങ്കിൽ എതിരെയുള്ള ഒപ്പീനിയനും പറയാമെന്ന്. ഈ എതിരെയുള്ള ഒപ്പീനിയൻ പറയുന്നത് കൊണ്ടല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇത് കണ്ട് ട്രോമറ്റൈസ്ഡ് ആവുന്നത്. ആ ഒപ്പീനിയൻ കേട്ടിട്ടല്ല. ഈ ഒപ്പീനിയൻ കാരണം കേരളത്തിലെ വിഡ്ഢികളായ മനുഷ്യർ ഇതൊരു ട്രെൻഡാക്കി മാറ്റുമെന്ന് ക്ലിയർലി അറിയാം. ട്രെൻഡാക്കി മാറ്റി അത്രയും ഹേറ്റ് ഫോം ചെയ്യുമ്പോൾ ആ ഹേറ്റ് അനുഭവിക്കേണ്ടത് കമ്മ്യൂണിറ്റിയിലെ സാധാരണ ജനങ്ങളാണ്. അത്രയും ഹേറ്റും പേര് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഷിറ്റി Abhishek coming and saying shit. No, a lot of people are saying shit on a daily basis and people are having a വെരി ഹാർഡ് ലൈഫ്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. അങ്ങനെ ഒരു ട്രെൻഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഈ സ്കൂളിലൊന്നും പഠിക്കുന്ന പിള്ളേർക്കൊന്നും വിവരം എന്ന് പറഞ്ഞൊരു സാധനമല്ല. ഈ ഒഴുക്കിനെതിരെ നീന്തുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. സിഗ്മകളെ ഫോളോ ചെയ്ത ഞാൻ എന്തോ മാസാണെന്ന് വിചാരിക്കുന്ന തലതിരിഞ്ഞ കുറേ പിള്ളേരാണ് കേരളത്തിൽ ഇപ്പം മൊത്തം ഉള്ളത്. ഇവരാണ് ഈ മാസ് വീഡിയോകൾ ഉണ്ടാക്കുന്നതും. അങ്ങനെയുള്ള ആൾക്കാർ അവർ കാരണം സമൂഹത്തിൽ ജീവിക്കുന്ന LGBTQ മനുഷ്യർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതാവുന്നത്, അക്സെപ്റ്റൻസ് കിട്ടാതാവുന്നത്, കിട്ടിയ അക്സെപ്റ്റൻസ് ഫുള്ള് വളരെ ഹേറ്റിൻ്റെ ഫോമിലേക്ക് മാറുമ്പോൾ അവർ ജീവിതം തന്നെ കഷ്ടപ്പെടാം. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അയാൾ ഷോയിലേക്ക് വന്ന് എന്നിട്ട് ഇവിടെ ഈ ഓഡിയൻസിന് തന്നെ ഹിപ്പോക്രസി. അഭിഷേക് എസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനുഷ്യർ പറയുന്നതാണ്. അയാൾ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം തകർക്കാൻ നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് എനിക്ക് കുഴപ്പമെന്ന്. നോ, ഇൻ ദ നോമിനേഷൻ പ്രോസസ് ഹീ ക്ലിയർലി സെഡ് അഭിഷേക് ജയദീപ് സമൂഹത്തിലെ മനുഷ്യരെ മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ ആയതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. അയാൾ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയാണെന്ന് അത് ക്ലിയർലി പറഞ്ഞതാണ്. അപ്പൊ മാത്രമല്ല, സോറി ടു ഇന്റർവീൻ, ലൈക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ബിഫോർ ഇന്റർവീനിങ് ആൻഡ് ആഫ്റ്റർ ഇന്റർവീനിങ്. ബിഗ് ബോസ് ഇന്റർവീനിങ് ആൻഡ് ആഫ്റ്റർ. ഇപ്പോൾ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒപ്പം പുള്ളിക്കാരൻ കേറി വന്നപ്പോ തന്നെ ഓ അഭിഷേക് കെ അല്ലേ, അഭിഷേക് കെ. എക്സാക്ട്ലി. സോ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കൊണ്ടുവരാണ്. സോ ഇറ്റ്സ് ക്ലിയർലി നിങ്ങൾക്കറിയാം ഈ അഭിഷേക് കെവിൻ കുറച്ചു മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ കുറേ ഞാൻ അക്കൗണ്ടിൻ്റെ പേര് പോലും മെൻഷൻ ചെയ്യുന്നില്ല. എൻ്റെ ഉൾപ്പെടെയുള്ള ട്രോളുകൾ വർഷങ്ങളായിട്ട് വരുന്ന കുറേ നമ്പർ ഓഫ് പേജസ് ഉണ്ട്. LGBTQ മെമ്പേഴ്സിൻ്റെ സ്ഥിരം ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന, സ്ത്രീകൾക്കെതിരെ ആൻറ്റി ഫെമിനിസ്റ്റുകാരുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അഭിഷേക് തന്നെ അത് അഡ്മിറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉൾപ്പെടെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ അക്കൗണ്ട് പുള്ളീൻ്റെതാണെന്ന്. ഇവിടെ ഒരു കൂട്ടം LGBTQ മനുഷ്യർ അയാൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത് ഹൈക്കോർട്ട് ഇത്രയും അക്കൗണ്ട്സ് ബാൻ ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഒരാളിനെയാണ് നിങ്ങൾ ചാനൽ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്. മൈ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾ BJPക്കെതിരെ സംസാരിക്കുന്ന ഒരാളെ ഷോയിലേക്ക് കയറ്റി വിടുമോ? അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ ഷോയിലേക്ക് കയറ്റി വിടുമോ? ഇല്ല. കാരണം നിങ്ങൾക്കറിയാം ചാനൽ പൂട്ടേണ്ടി വരും അല്ലെങ്കിൽ സെറ്റ് കത്തിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രശ്നമില്ല. ഈ നമ്മൾ പറയുന്ന റിലീജിയൻ ആയിക്കോട്ടെ, ഈ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് നമ്മളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. സെക്ഷുവാലിറ്റി ആൻഡ് ഓൾ സംതിങ് ദാറ്റ്സ് ഇൻ ആർ DNA. അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന വൃത്തികെട്ട മനുഷ്യരെ വിളിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് വിറ്റ് TRP ഉണ്ടാക്കാൻ കാണിക്കുന്നത് വളരെ മോശമായൊരു അപ്രോച്ചാണ്. ഷെയിം ഓൺ ബിഗ് ബോസ് ടീം ഫോർ ദാറ്റ്. ഷെയിം ഓൺ യു. Yep, I think I agree with most of what you said. I mean, all of what you said, yeah. That was heavy. No, the point is that I stopped watching Big Boss. ഞാൻ തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് കണ്ട് ബിഗ് ബോസ് നിർത്തിയിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഐ വാച്ച്ഡ് ബാക്കി എപ്പിസോഡ്സ് ടുഡേ. കാരണം ദ റീസൺ ബീയിങ് ഐ ഹവ് സീൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സ് ഇത് കണ്ട് ട്രോമറ്റൈസ് ആവുന്നതും കരയുന്നതും ബ്രേക്ക് ഡൗൺ വരുന്നതും, ഇൻക്ലൂഡിങ് കാലിക്കറ്റ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ ആർ സ്റ്റാർട്ട് ഗെറ്റിംഗ് അറ്റാക്ഡ് ഓൺ സ്ട്രീറ്റ്സ്. ഇത് അതിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ട്രെൻഡ് അവിടെ തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ LGBTQനെതിരെയുള്ളൊരു ഹേറ്റ് കൂടിക്കഴിഞ്ഞു. അങ്ങനെ ഹേറ്റ് ക്യാമ്പയിൻസ് തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു വെറുപ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ ഉണ്ടായ കാര്യങ്ങൾ കാരണം ചിന്താഗതി മാറി വരുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് വീണ്ടും വിഷം കുത്തി കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ LGBT ചാനലാണെന്നോ ഷോ ആണെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ട്സ് പോലും കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഷോ കാണൽ നിർത്തി. അത്ര ട്രോമറ്റൈസ്ഡ് ആയി പോകുന്ന സംഭവങ്ങളാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഫുൾ ലൈഫിന് നിങ്ങൾ അവരുടെ
എക്സിസ്റ്റൻസ് എന്നെ ചോദ്യം ചെയ്യണം. ഹൗ ഇസ് ഇറ്റ് ഫെയർ? നിങ്ങളോട് ആരെങ്കിലും, നിങ്ങൾ ആസ് എ മാൻ, അത് ജനറലൈസ് ചെയ്യുന്നതാണ് മെയിൻ. ഇപ്പോൾ ഒരു പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ റേപ്പ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി ട്രൂ. ഞാനിവിടെ വന്നിരുന്നിട്ട് പുരുഷന്മാർ റേപ്പിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? ഇല്ല, ഒരു മനുഷ്യനും കേൾക്കില്ല. സെയിം വേ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഒരു തെറ്റ് ഈ കൊറിയൻ മല്ലുവിൻ്റെ സീനൊന്നും എനിക്കതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കൊറിയൻ മല്ലു ഇസ് എ ഫ്രോഡ്. ഐ തിങ്ക് അയാൾ ക്രോസ് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാളുടെ ഇഷ്ടമായിരിക്കാം. ക്രോസ് ഡ്രസ്സ് ചെയ്ത് നടന്ന് കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യന്മാരുടെ കോമന്റ് സെക്ഷനിൽ ഫുള്ള് പോയി തെറി വിളിച്ച് പുള്ളിക്കാരൻ ഓരോ ആൾക്കാർ ഓരോ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയൊക്കെ കോമന്റ് സെക്ഷനിൽ പോയി വിളിക്കുന്ന തെറികൾ, ഈ അഭിഷേക് ജയദീപിനുൾപ്പെടെ തെറി വിളിച്ചിട്ട് വന്ന കോമൻ്റാണത്. അഭിഷേക് ജയദീപ് പറഞ്ഞ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ്ലി റോങ്. പക്ഷേ അഭിഷേക് ജയദീപിന് അത് ഫാബ്രിക്കേറ്റഡ് ആണോന്ന് പോലും നമുക്കറിയില്ല. സോ അഭിഷേക് മിസ് റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാനുള്ള പ്രോപ്പർ എവിഡൻസ് പോലും ഒരു കോമൻറ്റ് ആണ് നമുക്ക് പറയാനും പറ്റില്ല. അതാണോ അല്ലാതിരിക്കട്ടെ, ഇവിടെ എനിക്ക് അഭിഷേകിനെ ഡിഫെൻഡ് ചെയ്യോ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യോ ഇതൊന്നുമല്ല. ദിസ് ഈസ് ഓൺ ഡീഗ്രേഡിങ് എ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ലിവിങ് ഓൺ എർത്ത്. ദാറ്റ്സ് ഇറ്റ്. സോ ഇൻകൺസിഡർ. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ടി വിയിൽ എടുക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ അയാൾ വേറെ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു കാര്യം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനമല്ല. സ്റ്റേജ് ഫിയർ, ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടി, ഇതൊന്നുമില്ലാത്ത, യാതൊരു ടാലൻറ്റും ഇല്ലാത്ത കുറേ ടോക്സിക് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ ഷോയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഷോയിൻ്റെ ലെവൽ എന്താണ് ഇപ്പോൾ? വാട്ട് ഈസ് ദ ലെവൽ ഓഫ് യുവർ ഷോ? ആൻഡ് ഇതിന് അതായത് ഈ ഒരു ഇപ്പോൾ റിയാസ് പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു മൈനോറിറ്റീനെയും എതിർക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എല്ലാത്തിനും ഒരു സൈഡ് ബി ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അതിപ്പം മതപരമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും മൈനോറിറ്റി ഉണ്ട്. മൈനോറിറ്റീനെ എതിർക്കാൻ, ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയാനും ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളിത് ശരിയാണെന്ന് പറയണമെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള അവരുടെ പോയിന്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. വാട്ട് ഈസ് യുവർ പോയിന്റ് ഓൺ ദാറ്റ്? മൈ പോയിന്റ് ഇസ്, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, 17 സീസൺസ് ഓഫ് ഹിന്ദി ബിഗ് ബോസ് ഇതുവരെ ഇത്ര രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിനെതിരെ ഹേറ്റ് കൊണ്ടുവരുന്ന ഒരാളെ ഹിന്ദി ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടില്ല. നോർത്തിൽ ആളെ കിട്ടാഞ്ഞിട്ടാണ്. LGBT-നെതിരെ സംസാരിക്കുന്ന വേഴ്സ്റ്റ് ആൾക്കാരെ കിട്ടും. അത് അവരുടെ മൊറാൽ, അത് അവരുടെ എത്തിക്സ് ആണ്. ആ എത്തിക്സ് കേരളത്തിൽ ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയാണ് കാണിക്കുന്നത്. പിന്നെ അതിന് ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞു. ഈ രണ്ട് വാദവും കേൾക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആന്റൈ BJPയും ആന്റൈ ഹിന്ദു ഒക്കെ സംസാരിക്കാം. അത് കേട്ടോണ്ടിരിക്കും. നമുക്ക് ഇല്ല, അതൊന്നും നിങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മനുഷ്യരുടെ, ഇനി നിങ്ങൾ വന്നിരുന്ന് ഇവിടെ സപ്പോർട്ട് ഓൾറെഡി കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഡിഫെൻഡ് ചെയ്യുന്ന ഇങ്ങോട്ട് ഡിബേറ്റ് കേട്ടിട്ട് വേണം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഇവരിവിടെ ജീവിക്കണോ നാട് കിടത്തണോ. ഫക്ക് ഓൾ ഓഫ് യു. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവിടെ എന്താ സപ്പോർട്ട് ചെയ്യാൻ എതിരെയും ഡിബേറ്റ് കേട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അവർക്ക് ഇവിടെ ജീവിക്കാൻ കൊടുക്കണം. യു മൈൻഡ് യുവർ ഓൺ ഫക്കിംഗ് ബിസിനസ് ആൻഡ് ലിവ് യുവർ ലൈഫ്. ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്. വാട്ട് ഇസ് ഇറ്റ്? എന്താ ബാക്കിയുള്ളവർക്ക് ഡിബേറ്റ് വെച്ച് ഉണ്ടാക്കാനുള്ള സാധനമാണോ മനുഷ്യാവകാശം എന്ന് പറയുന്നത്? ദിസ് ഇസ് നോട്ട് എ ടോപ്പിക് ദാറ്റ് ഷുഡ് ബി അപ്പ് ഫോർ ഡിബേറ്റ്. ഇറ്റ്സ് നോട്ട്. On Monday, when this whole stuff happened, Riaz was very triggered and he put up the video, like everybody saw everything. So we were thoda confused. Okay, that is something that Sri, maybe if you want you can add to that. Like ഞങ്ങൾ അവൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി ഞങ്ങൾ മറന്നുപോയി അവൻ ഈ പറഞ്ഞ 2 ഇൻസ്റ്റൻസ്. ആ 2 ഇൻസ്റ്റൻസസ് ഏതായിരുന്നു? ബേസിക്കലി ഈ അഭിഷേക് കെയും എന്ന് പറഞ്ഞിട്ട് അവനെ ലൈക്ക് അബ്യൂസിങ് ഹിം ലൈക്ക് ദാറ്റ് ഫസ്റ്റ് കേറി വന്നപ്പോൾ തന്നെ. പിന്നെ മറ്റേ ഇൻസിഡന്റും, ദാറ്റ് ഈസ് അവനെ നോമിനേറ്റ് ചെയ്യുന്നതും. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു തുടങ്ങി ഞാൻ ഫുള്ളി സൈഡ് മാറി. ദാറ്റ് ഈസ് ഈ ഇന്റർവെൻഷൻ. അതാണ് ഞാൻ ഈ ടൈം ലൈനിന്റെ കാര്യം പറഞ്ഞത്. സഡൻലി ഹി ചേഞ്ച്ഡ് ഇൻ ടു ദാറ്റ് ഐ എം അഗേൻസ്റ്റ് ഓൺലി പീപ്പിൾ ഹൂ മെസ് വിത്ത് അതർ പീപ്പിൾസ് ലൈഫ്സ് എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരൻ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബിഗ് ബോസ് കുഴി മാന്താൻ പഠിപ്പിച്ചു കൊടുത്തു, അവിടെ എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. അതെ, പക്ഷെ അവിടെ ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ശ്രീയും വരെ ഞങ്ങൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആൻഡ് വി ഫോർഗോട്ട് particularly these 2 instances. മനസ്സിലായി ദാറ്റ് ഇങ്ങനെയും നടന്നിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു ഇന്റർവെൻഷന്റെ കാര്യം നമ്മൾ പിന്നെ ഡിഗ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. ആ വീഡിയോ നമ്മൾ കാണുന്നത് എപ്പിസോഡിലാണോ? Cisgender heterosexual people watching this, they won't get triggered. അത് അവർക്ക് അത്രയും ട്രിഗർ ആവത്തില്ല. എല്ലാവർക്കും കത്തണം നിർബന്ധമില്ല. പീപ്പിൾ ഹു ആർ ആക്ച്വലി ഗോയിങ് ത്രൂ ദിസ് ഓൺലി വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ബിഗ് ബോസ് പേഴ്സണലി വിളിച്ച് വാൺ ചെയ്ത് ഇതൊക്കെ നിർത്തിപ്പിച്ചാലും നിങ്ങൾ അവിടെ ഷോയിൽ അങ്ങനത്തെ ആളെ നിർത്തുമ്പോൾ നിങ്ങൾക്കറിയാം അയാൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഷോയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്, അയാൾ ഐഡിയോളജി എന്താണെന്ന്.
അയാൾക്ക് ഇനി ഈ ഷോയിൽ നിന്ന് കിട്ടാൻ പോകുന്ന വിസിബിലിറ്റി എത്രയായാലും ആ വിസിബിലിറ്റി വെച്ച് ഇയാൾ പുറത്ത് വന്ന് ചെയ്യാൻ പോകുന്നതും സെയിം കാര്യമാണ്. അതെ. ഷോയിൽ നിങ്ങൾ വാൺ ചെയ്ത് നിർത്തുമായിരിക്കും, പക്ഷെ പുറത്ത് വന്നിട്ട് ഹിൽ സ്റ്റാർട്ട് ദാറ്റ് ക്യാമ്പയിൻ വിച്ച് നോബഡി ഈസ് സ്കെയർഡ് ഓഫ്. ബട്ട് ഹൂ ഗേവ് ദാറ്റ് വിസിബിലിറ്റി? അവിടെയാണ് നിങ്ങളോടുള്ള ഡിസ്റെസ്പെക്ട് വരുന്നത് ആസ് എ ഷോ. ഇങ്ങനത്തെ കെവിൻ പറഞ്ഞ തന്നെ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും ഷെയിമും പ്രശസ്തിയൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ ആ പോയിന്റിലേക്ക് വരുമ്പോ അപ്പൊ റിയാസ് ഇങ്ങനെ വീഡിയോ ഇട്ടു, ഞങ്ങൾ അവനെ വിളിച്ച് ചോദിക്കുകയാണ്, മോനെ നീ എപ്പിസോഡ് കണ്ടില്ലേ? പിന്നെ വി വർ ലൈക്ക് കൺഫ്യൂസ് ദർ. സോ ഐ പുട്ട് മൈ സെൽഫ് ഇൻ ദ ഷൂസ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ്. ഞങ്ങൾ ഇത്രയും കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾക്കാരായിട്ട് പോലും ദാറ്റ് വീക്ക് വി വർ ലിറ്റിൽ ബിസി ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. സോ ദാറ്റ്സ് വൈ ദിസ് കൈൻഡ് ഓഫ് ജസ്റ്റ് സ്വാം അക്രോസ് ആൻഡ് വി ഫോർഗോട്ട്. നമ്മളവനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയത്. ലൈക്ക് ഈ 2 പോയിന്റ് നടന്നിരുന്നല്ലോ, അപ്പോൾ ഇത് വൈറ്റ് വാഷ് ആയ സാധനമാണ്, അല്ലാണ്ട് പുള്ളിക്കാരന്റെ ഒപ്പീനിയൻ മാറിയതല്ല. ഞാൻ ആദ്യമേ വിചാരിക്കുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ ഫാസ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോ ഈ പോയിന്റ് ക്ലിയർ ആയിട്ട് ഇടാൻ മറന്നുപോയ ഒരു കാര്യമാണോ എന്നാണ് എന്റെ സംശയം വന്നത്. പക്ഷെ അതായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് അഭിഷേക് അങ്ങനെ ഒരിക്കലും രണ്ട് സീൻ കാണാത്തത് കൊണ്ട് അവിടെ ഉണ്ടായ ഒപ്പീനിയൻ അല്ലെങ്കിൽ വ്യൂ പോയിന്റ്, സി ഹൗ ഡിഫറെന്റ് ഇറ്റ് ക്യാൻ ബി. അപ്പം അതിന് ഈ പറയുന്ന വ്യക്തികളും ബിഗ് ബോസ് എന്ന ഷോയും ഈ ഗ്രൂപ്പും ഇവരെല്ലാവരും റെസ്പോൺസിബിൾ ആണ് ഇത്രയും വലിയ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഷോയിന് എത്ര അധികം മാനിപ്പുലേറ്റീവ് ആവാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ കേട്ടത്. പിന്നെ ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a theory called as you hear what you want. മനസ്സിലായില്ലേ? നമ്മൾ ഹിയർ ചെയ്യുന്നതും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതും നമുക്ക് വേണ്ടത് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ബിഗ് ബോസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു TV സോഷ്യൽ മീഡിയ ഏതൊരു പ്ലാറ്റ്ഫോമിലും പോകുമ്പോൾ യു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോ ഐ തിങ്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റഡ് ആണോ ബിഗ് ബോസ് എന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും വരുന്ന ഒരു സാധനമാണ്, സ്ക്രിപ്റ്റഡ് ആണോ. അപ്പോൾ നമ്മൾ പുറത്ത് വന്നവരോടൊക്കെ ആയിട്ട് ചോദിക്കും, അല്ല സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ ഇതിപ്പോൾ ഇവർ രണ്ടുപേരെയും കയറ്റി വിടുമ്പോൾ ഒരുമാതിരി സ്ക്രിപ്റ്റഡ് ആണ് എന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഉദ്ദേശിച്ച് തന്നെയാണ് ഇവരെ കയറ്റി വിടുന്നത്, ഇങ്ങനെയൊരു സംഭവങ്ങൾ അവിടെ നടക്കാനാണ് ഇവരെ അതിലേക്ക് കൊടുത്തു വിടുന്നത് തന്നെ ഒരു എന്താ പറയുക, എന്താ ഇതിനൊരു വാക്ക് പറയുന്നത്, ഇങ്ങനെ അഫർമേഷൻ ആണ് അത് തന്നെ. സോ ഒബ്വിയസ്ലി ഇവർ ഓഡിഷൻ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പ്രോ ഇതാണ് ഇല്ലെങ്കിൽ ആൻറ്റ ഇതാണ് എന്നുള്ളത്. ഒബ്വിയസ്ലി ഇവർക്ക് അറിയായിരിക്കും, അല്ലാതെ അറിയാതെ കയറ്റി വിട്ടേക്കുന്ന ഒന്നുമല്ല. സോ മൈ ക്വസ്റ്റൻ ഇസ്, നിങ്ങളായാലും അത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ TRPക്ക് വേണ്ടി ഇത് വിറ്റ് കാശാക്കാൻ ചെയ്തതാണ്. ബട്ട് വൈ ഡു യു തിങ്ക് യു സെൻഡ് ദീസ് പീപ്പിൾ ഇൻ ആൻഡ് ദിൽ ജസ്റ്റ് ഷട്ട് അപ്പ് ആൻഡ് നോട്ട് ഡു എനിത്തിങ്? ഇവരിത് പറയാൻ പോകാമെന്ന് അറിഞ്ഞിട്ട് പിന്നെ അവരത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. സോ എന്തായിരുന്നു അവിടെ ഉദ്ദേശം അവരെ കയറ്റി വിട്ടത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓൾറെഡി വി ഹവ് മെയ്ഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ബിഗ് ബോസ് ഹാസ് ഫെയിൽഡ് ഇൻ ചൂസിങ് ദീസ് പീപ്പിൾ ഇൻ ടു ബിഗ് ബോസ്. റാൻഡമായിട്ട് ചൂസ് ചെയ്താണ്, വിച്ച് ഇസ് അഗെയിൻ ഹോൾ അനദർ ഷിറ്റി സ്റ്റോറി. പക്ഷേ ഇപ്പോൾ ഇത് സേവ് ചെയ്യാൻ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് പ്ലാനിങ്ങോടെ കയറ്റിയിട്ട് അതും ഒരുമാതിരി അതിലും താഴെ അതപ്പതിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് നിങ്ങൾ തന്നെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്താൽ നോക്കി, നിങ്ങൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് വാസ് ദ ഹോൾ പോയിന്റ്. ആകെ 2 പേരെ മെറ്റീരിയൽ വർത്തി ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളൂ. ബാക്കി 4 പേര് അവിടെ എന്തിനു പോയി എന്ന് വെച്ചാൽ നമുക്കൊരു ഉത്തരമില്ല. അതാണ്. പിന്നെ കമ്മിങ് ബാക്ക് ടു വാട്ട് ദിസ് അഭിഷേക് ശ്രീകുമാർ സെറ്റ് ദ ഹോൾ തിങ് ഇൻ ബിഗ് ബോസ്. ഇപ്പോൾ ഇപ്പോൾ കെവിൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമ്മളും കുറേ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തു. സോ ആസ് എ സിസ്ജെൻഡേർഡ് പേഴ്സൺ, ആം ഐ റൈറ്റ്? യാ, സിസ്ജെൻഡേർഡ് പേഴ്സൺ, ഐ തിങ്ക് വാട്ട് ഹി സെഡ് ഇസ് നമുക്കത് അത്രയും കൊള്ളില്ല ഈ കാര്യം പറയുമ്പോൾ. കാരണം നമ്മൾ ആ ഒരു ലൈഫല്ല ജീവിക്കുന്നത്, ആ ഒരു സ്ട്രഗിൾ നമുക്കില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു മൈനോറിറ്റിയെ കുറിച്ച് അവരതിങ്ങനെ പറയുമ്പോൾ നമുക്കത് കൊള്ളില്ല. അപ്പം റിയാസ് ആ വീഡിയോ ഇട്ടപ്പോഴായാലും I was really confused. I am like, ഇതൊന്നും അല്ലല്ലോ അഭിഷേക്. I literally remember, right, ഞാൻ റിയാസിനെ വിളിച്ച് സംസാരിച്ചു, റിയാസ് നീ എപ്പിസോഡ് കണ്ടില്ലേ, ലൈക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് അവൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു. ആൻഡ് ദെൻ ഹി പോയിൻറ്റഡ് ഔട്ട് ദീസ് തിങ്സ് വി ലിറ്ററലി കൈൻഡ് ഓഫ് ഫർഗോട്ട്. സോ അതിൽ നിന്നുള്ള റിയലൈസേഷനാണ് നമ്മളെപ്പോലുള്ള ഒത്തിരി ആൾക്കാർ, ലൈക്ക് എ മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ വാച്ചിങ് ദിസ് ആൻഡ് ഫർഗെറ്റിംഗ് ദ ഫാക്ട് ദറ്റ് ഹി സെഡ് ആൻഡ് came there for these things and literally whitewashed it and saying that, you know, I'm a good guy, I'm only targeting people who targets women and children or whatever. പക്ഷേ അയാൾ എന്താണ് എന്നുള്ള കാര്യം അവിടെ ഫ്ലിപ്പ് ചെയ്തത്
എന്തോ എല്ലാവരും അത് മാത്രമേ മനസ്സിലുള്ളൂ. അതായത് പുള്ളി എന്താ ഒറിജിനൽ ഇത് എനിക്ക് തോന്നുന്നു ലോട്ട് ഓഫ് പീപ്പിൾ മൈറ്റ് നോട്ട് ഹാവ് പെർസീവ്. ഐ തിങ്ക് ഇഫ് യു സ്റ്റിൽ ഫീൽ ദാറ്റ് ഗൈ ഈസ് ജസ്റ്റിഫയബിൾ, ഐ ഹംബ്ലി റിക്വസ്റ്റ് ടു take the video a little bit back and listen to what Riyaz said. എനിക്കും ആ സമയത്തെ എപ്പിസോഡ് കണ്ട് ഒത്തിരി കൺഫ്യൂഷൻസ്. അതായത് റിയാസ് മെൻഷൻ ചെയ്തു, അതായത് ഇപ്പം നമ്മൾ എന്തിനെങ്കിലും പ്രോ സംസാരിക്കണമെങ്കിൽ എതിര് സംസാരിക്കാനും റൈറ്റ്സ് ഉണ്ട്. നമ്മൾ വിചാരിച്ചു ആസ് എ സിസ്റ്റൻഡേർഡ് പേഴ്സൺ നമ്മൾ വിചാരിച്ചു പോകും, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ റൈറ്റ് ഉണ്ടെങ്കിൽ റോങ് ഉണ്ടാവും, എന്തെങ്കിലും പ്രോ പറയുകയാണെങ്കിൽ എഗെയിൻസ്റ്റ് പറയാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന എഫക്ട്സ് അത് നമ്മളെപ്പോലെ ഒരാളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ പോയിന്റ്സ് കിട്ടിയെന്ന് വരില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് വെയർ when people like Riyaz come up and speak, you will get a perspective on it. So if you still feel otherwise, you should listen to what he said before. I think that is very vital. He covered everything, most of the points. So പറയൂ. Yeah, ഇപ്പോൾ ഞാനാണെങ്കിലും ഇവിടെ ഐ എം ഓൾസോ റേസിംഗ് ക്വസ്റ്റ്യൻസ് ടു ബിഗ് ബോസ് ആൻഡ് എൻഡമോൾ ഷൈൻ. കാരണം ആരാണ് നിങ്ങളുടെ സ്ട്രാറ്റജി പ്ലാനർ? എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ ഹയർ ചെയ്തിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുക, കാരണം നല്ല പൊട്ട സ്ട്രാറ്റജിയാണ്. ആൻഡ് ഐ വോണ്ട് ടു നോ യുവർ സ്റ്റാറ്റ്. ഇസ് ഇറ്റ് ടു ക്രിയേറ്റ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി ഓർ നെഗറ്റീവ്? കാരണം ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ രണ്ടിടത്ത് നിന്ന് കളിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു മോഡ് അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ യു ക്ലിയർലി നോ ദാറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലേക്ക് അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഒരാളെ നിങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ആ ആൾക്ക് എത്രത്തോളം സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എത്രത്തോളം പവർഫുള്ളാണ് അവർ പറയുന്ന വാക്കുകൾ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇത്രയും നാൾ നല്ല വെള്ള ചമഞ്ഞ് നടന്ന ബിഗ് ബോസ് ടീമുകൾ നൈസായിട്ട് ഓഡിയൻസിൻ്റെയും കണ്ടസ്റ്റൻസിൻ്റെയും മുഖത്ത് കരിവാരി തേക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചത്. ആൻഡ് സോ ടു ക്ലോസ് തിങ്സ് ഓഫ്, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ പല എപ്പിസോഡുകൾ, ഇതിപ്പോൾ 7ാമത്തെ എപ്പിസോഡാണ്, ഇതിന് മുന്നേ വന്ന എപ്പിസോഡുകളിൽ ഒരു ഒട്ടുമിക്കതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ ക്യൂറേഷൻ ടീം നിങ്ങൾ ആൾക്കാരെ എന്ത് കണ്ടിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ളൊരു ഹീറ്റഡ് ഡിസ്കഷനാണ്. ഇതൊരു ആവശ്യവുമായിരുന്നു തീർച്ചയായിട്ടും. നമ്മൾ 2 വ്യക്തികളുടെ സെലക്ഷനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ സംസാരിച്ചിരുന്നത്. 2 പേരും, ഒരാൾ അഭിഷേക് ജയദീപ് ആണെങ്കിലും ഞാൻ ആ കൊറിയൻ മല്ലുവിൻ്റെ ഇഷ്യൂ ഞാൻ എടുത്തിടാൻ പാടില്ലായിരുന്നു തീർച്ചയായിട്ടും. സോറി ഫോർ ദാറ്റ്. ആക്ച്വലി അതൊരു വെരിഫൈഡ് ന്യൂസ് അല്ല, ഞാനും അത് വെരിഫൈ ചെയ്യുന്നതിന് മുന്നേ ഞാനത് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അയാൾ ഒരു കമ്മ്യൂണിറ്റി കാർഡ് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണെന്ന് അയാൾ തന്നെ ക്ലിയർ ആക്കിയിരുന്നു. അതൊരു വശം. അതേപോലെ തന്നെ ഇത്രയും ടോക്സിക് ട്രെയ്റ്റ്സും കൊണ്ട് നടക്കുന്ന ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇവരെ 2 പേരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുമിച്ചൊരു മുറിയിലിടുമ്പോൾ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം പൂർണ്ണമായ ബോധ്യം ഇതിൻ്റെ മേക്കേഴ്സിനുണ്ട്. ബിക്കോസ് ദേ ആർ എഡ്യൂക്കേറ്റഡ്. ഈ ഒരു, അതായത് ഇതിൻ്റെ ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഇവരുടെ കോണ്ടൻറ്റ് പോക്ക് ചെയ്യുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനെപ്പറ്റി അവർക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിട്ടും അവരിത് ചെയ്തു കഴിഞ്ഞിട്ട് ഈ സാമൂഹിക അവബോധനം അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിലോട്ട് അവബോധം അതിനകത്തേക്ക് അവരിത് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു ഈവിളായിട്ടുള്ള ഒരു സംഭവം. അതിനെ ആ ഒരു ഇത്രയും കാര്യങ്ങളും ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, ഇതിൻ്റെ വളരെ ഫൈനറായിട്ടുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും വ്യൂ പോയിൻറ്റ്സാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിനൊക്കെ ഒരു ഡീപ്പർ ഡിസ്കഷൻ അറ്റ് ദിസ് പോയിന്റ് ഇപ്പം ഇതിലും ഡീപ്പറായിട്ട് നമുക്ക് ഈ പോയിന്റിൽ ഇനി പോകാനില്ല. കാരണം ഞങ്ങളെല്ലാവരും തന്നെ അത്ര സന്തുഷ്ടരല്ല, അത്രയെന്നല്ല ഒട്ടും സന്തുഷ്ടരല്ല ഈ ഒരു വേ ഓഫ് ക്യൂറേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോ, ഇങ്ങനത്തെ രീതിയിലുള്ളൊരു ഷോ മേക്കിങ്ങിലോട് നമ്മൾ ഒട്ടും സന്തുഷ്ടരല്ല. നമുക്കിതിനോടൊത്ത് നിങ്ങളുടെ ഐഡിയോളജിയോട് ഞങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റുന്നതല്ല. കാരണം ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ബിഗ് ബോസ്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോഴും ഞാൻ നിങ്ങളെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കുമ്പോൾ പോലും ഇതൊരു ഫൺ ഓറിയൻറ്റഡ് ഷോ ആയിരുന്നു. ഇതിന് അത്യാവശ്യം ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, ഒരു ഇമ്പാക്റ്റ് വാല്യൂ, ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ ഇതിനുണ്ടായിരുന്നു മുന്നത്തെ സീസണുകളിൽ. അതേപോലെ ആയിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും അതിനകത്തുള്ള ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെ ആണെങ്കിലും എഡ്യൂക്കേഷൻ്റെ ആണെങ്കിലും അവെയർനെസ്സിൻ്റെ ആണെങ്കിലും ഒരു വാല്യൂവിനെ കുറച്ചും കൂടി ഒരു ഫൺ എലമെൻറ്റിലോട്ട് ഓഫ് ദ TV സ്ക്രീൻ അല്ലെങ്കിൽ ഓഫ് ദ OTT പ്ലാറ്റ്ഫോം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു ചെറിയ വിശ്വാസത്തിലും കൂടിയാണ് നമ്മളത് തുടങ്ങുന്നതാണെങ്കിലും. പക്ഷേ റൈറ്റ് നൗ തിങ്സ് ഹാവ് ടേക്കൺ എ വെരി ഡാർക്ക് ടേൺ and it's a good realization also. So that's it guys, like ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, സോ ഡിസ്കഷൻ നടക്കുകയാണ്. ഐ തിങ്ക് നമ്മൾ ബാക്കി ഈ കഴിഞ്ഞ വീക്കിനെ കുറിച്ചിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യാൻ കുറേ ഉണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിലായിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും. ബട്ട് ഐ ഹോപ്പ് നിങ്ങൾ വാട്ട് എവർ ഈ എപ്പിസോഡിൽ കേട്ടത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും കോമെൻറ്റ് സെഷനിൽ ഡു കോമെൻറ്റ് ആൻഡ് ലെറ്റ് us know what you guys think about it. So I think we can wind up this episode right here. So guys, thank you so much. We are winding up the Double Standard podcast. ഇനിയൊന്ന് മാറ്റിക്കുറയ്ക്കാം. Yes.
നോട്ടി അമേരിക്കയുടെ ചിരി നേരത്തെ കറക്റ്റ്